ഗുഡ് മോർണിംഗ് ബിലവഡ്. ഇന്ന് നമുക്ക് പഠിക്കാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ആത്മീയ യുദ്ധത്തെക്കുറിച്ചാണ്. ഞാൻ ചോദിച്ചിരുന്നു നിങ്ങളോട് ഏത് വിഷയത്തെക്കുറിച്ചാണ് ഞാൻ പ്രസംഗിക്കേണ്ടതെന്ന്. ചിലരെന്നോട് പറയുവാനിടയായി ആത്മീയ യുദ്ധത്തെക്കുറിച്ച് പറയണമെന്ന്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്കിന്ന് പഠിക്കാം. ഞങ്ങൾ യൂട്യൂബിൽ കാണുന്നവർ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്കൊരു ലിങ്ക് ലഭിക്കുന്നതാണ്. ആ ലിങ്കിൽ ഒരു PDF ഫയൽ ഉണ്ടാവും. ഇന്ന് നമ്മൾ വായിക്കുന്ന എല്ലാ വചനങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് തുടങ്ങാം. തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഈ വചനം വായിക്കാം. നമ്മൾ വീണ്ടും വീണ്ടും വായിക്കുന്നത്, ഞാൻ എന്തുകൊണ്ടെന്നാൽ ഇത് വായിക്കുന്നത് ചിലപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് ഇത് കേൾക്കുന്നുവെങ്കിൽ അവരുടെ ജീവിതത്തിലും ഈ സത്യം ഗ്രഹിക്കണം, അതിനു വേണ്ടിയാണ്. നമുക്കറിയാം, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചിരിക്കുകയാണ് ദൈവത്തിൻ്റെ മക്കളാകാൻ വേണ്ടി. ആദമിനെ സൃഷ്ടിച്ചപ്പോൾ വചനത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ്റെ സ്വരൂപത്തിലാണ് അവനെ സൃഷ്ടിച്ചത്. പിന്നെ ദൈവം ആദമിനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി അവൻ ജീവനുള്ള ദേഹിയായി തീരുവാനിടയായി. പിന്നെ ആദമിനെ സൃഷ്ടിക്കുകയായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ സൃഷ്ടിയിലായിരുന്നു കൊണ്ട് അവൻ സൃഷ്ടിയുടെ മുകളിൽ അവൻ അധികാരം നടത്തുവാൻ വേണ്ടി. നമുക്കറിയാം, ആദമിന് 2 സന്തതികളായിരുന്നു, കയീനും ഹാബേലും. നമുക്ക് വചനത്തിൽ വായിക്കാൻ സാധിക്കും, ഹാബേലിന്റെ യാഗത്തിൽ ദൈവത്തിന് പ്രസാദിക്കുവാനിടയായി. നമുക്ക് പെട്ടെന്ന് ഈ വചനം ഒന്ന് വായിക്കാം. ഉൽപ്പത്തി 4-ാം അധ്യായത്തിൽ നിന്നും. ഈ വചനം നമ്മൾ PDF ഫയലിൽ എഴുതിയിട്ടില്ല. നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് വായിക്കാം. 4-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു, കായീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. നമ്മൾ വചനത്തിൽ വായിച്ചതുപോലെ ദൈവം കയീന്റെ വഴിപാട് സ്വീകരിച്ചില്ല. മുന്നോട്ട് നമുക്ക് 15-ാം വാക്യത്തിൽ നോക്കുകയാണെങ്കിൽ അവൻ എങ്ങനെയാണ് അസൂയയിൽ അവന്റെ സഹോദരനെ കൊന്നുകളഞ്ഞത് എന്നും 15-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, യഹോവ അവനോട്, അതുകൊണ്ട് ആരെങ്കിലും കയീനെ കൊന്നാൽ അവന് 7 ഇരട്ടി പകരം കിട്ടുമെന്നരുളി ചെയ്തു. കയീനെ കാണുന്നവർ ആരും കൊല്ലാതിരിക്കേണ്ടതിന് യഹോവ അവനൊരു അടയാളം വെച്ചു. കയീനെ കാണുന്നവർ ആരും, അതിന്റെ അർത്ഥം ആദമിനും ഹവ്വയ്ക്കും മക്കളുണ്ടായിരുന്ന അവർ മാത്രമായിരുന്നില്ല സൃഷ്ടിയിലുണ്ടായിരുന്നത്. ആ ദൈവം ആദമിനെയും ഹവ്വയും സൃഷ്ടിച്ചപ്പോൾ അവൻ എല്ലാ സൃഷ്ടികളുടെയും മുകളിൽ അവർ അധികാരം നടത്തുവാൻ വേണ്ടിയായിരുന്നു, എല്ലാ പ്രശ്നത്തിലായിരുന്നതിനെ നേരായ രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു അവരെ സൃഷ്ടിച്ചിരുന്നത്. നിങ്ങൾക്കിത് മനസ്സിലാകുന്നുവെങ്കിൽ എങ്ങനെയാണ് സാത്താൻ ആ അധികാരം ആദമിന് കൊടുത്തത്, അത് തന്ത്രപരമായി അവനെ തെറ്റിദ്ധരിച്ച് അവന് അത് നഷ്ടപ്പെടുവാനിടയായിത്തീരുന്നു. നമ്മൾ എന്തിനാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്? ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ഇത് മനസ്സിലായി എങ്കിൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ യുദ്ധം നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ അതൊരു സാത്താനും നിങ്ങളുടെ ഇടയിൽ ഒരു യുദ്ധവുമില്ല. വീണ്ടുജനത്തിന് ശേഷം ദൈവത്തിന്റെ രാജ്യത്തിന്റെ കാര്യങ്ങൾ അത് നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കാൻ വേണ്ടിയാണ്. പിന്നെ നിങ്ങൾ ഉണരുവാനിടയാവുക, സത്യത്തിൽ നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധം സാത്താനുമായിട്ടല്ല, നിങ്ങളുടെ ദൈവപിതാവുമായിട്ടാണ്. ആ ബന്ധത്തിലാണ് നിങ്ങളായിരിക്കുന്നത്. അതുകൊണ്ട് പാപം ചെയ്യുന്നതിന് മുമ്പ് ആദം ആത്മീയ രൂപത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. അവനൊരു പ്രാണനുണ്ടായിരുന്നു, അത് ശരീരത്തിലായിരുന്നു. ആ 3-ന്റെയും മുകളിൽ അവൻ അധികാരം നടത്തിയിരുന്നു, ആത്മാവും പ്രാണനും ശരീരവും. ഏത് നിമിഷം അവൻ പാപം ചെയ്തോ അവന്റെ ആത്മാവ് മരിക്കുവാനിടയായി. അതുകൊണ്ടാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്, യേശുക്രിസ്തുവിന്റെ അടുത്തേക്ക് നമ്മൾ വന്നപ്പോൾ നമ്മൾ ആത്മീയ ജീവനാണ് പ്രാപിച്ചത്, അവനാണ് നമ്മളെ ജീവിപ്പിച്ചത്. ഇപ്പോൾ എന്റെയും യേശുക്രിസ്തുവിന്റെയും ആത്മാവ് ഒന്നായിരിക്കുന്നു. ഏത് നിമിഷം ആദം പാപം ചെയ്തു, എന്തായിരുന്നു അവന് പ്രശ്നത്തിലേക്ക് വന്നത്? അതവന്റെ പ്രാണനായിരുന്നു. നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിലൂടെ അത് തെറ്റിലായിപ്പോയി. ഒരു സാധാരണ വ്യക്തി ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവന്റെ എല്ലാ ജീവനും ആ വിശ്വാസവും അധിഷ്ഠിതമായിരിക്കുന്നത് ആ നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലത്തിലൂടെ അവന് ലഭിക്കുന്നതിലൂടെയാണ്. ശരീരം എന്ന് പറയുന്നത് പിന്നെ അത് കർത്തൃത്വം നടത്തുവാൻ തുടങ്ങും. ആദം കണ്ടതെല്ലാം അവന്റെ മുകളിൽ അധികാരം നടത്തുവാൻ തുടങ്ങി. പാപത്തിന്റെയും മരണത്തിന്റെയും നിയമം അവന്റെ ശരീരത്തിൽ വരുവാനിടയായി. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ നീണ്ടുജന്മം നടന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, സൃഷ്ടികൾ അങ്ങനെയുള്ളവരുടെ മുകളിൽ അധികാരം നടത്തുവാൻ തുടങ്ങും. പിന്നെ മനുഷ്യജാതി എന്ന് പറയുന്നത് അവർ ഒരു ദാസത്തിൽ അടിമത്വത്തിലായിത്തീരും ഈ സൃഷ്ടിയുടെ. ഇതാണ് ഇസ്രയേലിയരുടെ മിസ്രൈമ്യ അടിമത്തത്തിൽ നിന്നും വരുന്നത് ഒരു അടയാളമായി കാണിച്ചിരിക്കുന്നത്. എങ്ങനെ ആദമും പാപത്തിലായി ആ അടിമയായി പോയോ, ദൈവം ഇസ്രയേലിന്റെ മക്കളെ മിസ്രൈമ്യ അടിമത്വത്തിൽ നിന്നും വിടുവിച്ച് അവരെ വാഗ്ദത്തം ചെയ്ത ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത് അതൊരു അടയാളമാണ്. ആ രൂപത്തിന് ഞാനും നിങ്ങളും ഒരു സമയത്ത് ദാസത്വത്തിലായിരുന്നു. ഇപ്പോൾ ഞാനും നിങ്ങളും ഉണരുകയാണ് ആ പുത്രന്റെ തിരിച്ചറിവിൽ. ഏത് ഭാഗമാണ് നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിവ് നടക്കുന്നത്? എവിടെയാണ് വീണ്ടും ജന്മം നമ്മൾ പ്രാപിച്ചത്? യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ നിങ്ങളുടെ ആത്മാവിലാണ് വീണ്ടും ജന്മം നടന്നത്. നിങ്ങളുടെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും ഇപ്പോൾ ഒന്നായിരിക്കുകയാണ്. ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. അവനാണ് നമ്മുടെ മുകളിൽ അധികാരം നടത്തുന്നത്.
ഒരു സമയത്ത് നമ്മൾ ഈ ലോകത്ത് നഷ്ടപ്പെട്ടവരായിരുന്നു. ജന്മത്തിലൂടെ ഈ ലോകത്തിലുള്ളവർ, ഈ സൃഷ്ടി മുഴുവൻ പാപവും നമ്മുടെ മുകളിൽ അധികാരം നടത്തിക്കൊണ്ടിരുന്നു. ഇപ്പോൾ യേശു ക്രിസ്തുവിലൂടെ നമ്മൾ തിരിച്ച് നമ്മുടെ പിതാവിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. എന്തിന്റെ മുകളിലാണ് അധികാരം നടത്തുന്നത്? എന്റെയും നിങ്ങളുടെയും പ്രാണന് മുകളിൽ അവൻ അധികാരം നടത്തുന്നു. ഇപ്പോൾ എന്റെയും നിങ്ങളുടെയും പ്രാണൻ എന്ന് പറയുന്നത് അത് ആ ജീവന്റെ വൃക്ഷത്തിന്റെ അധീനതയിലാണ്, സ്വാധീനത്തിലാണ്. ഇപ്പോൾ ഞാനും നിങ്ങളും ആ ജീവന്റെ നിയമത്തിലാണ്. എത്രയധികം നിങ്ങൾ നിങ്ങളുടെ ആത്മീയ തിരിച്ചറിവിൽ ഉണരുന്നുവോ, ആ വെളിച്ചം ആത്മാവിലുള്ളത് അത് നിങ്ങളുടെ പ്രാണനിലൂടെ, നിങ്ങളുടെ ശരീരത്തിലൂടെ തിളങ്ങുവാൻ തുടങ്ങും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത് ഒരു സഹായകനായിട്ട്. ഞാനും നിങ്ങളും ദൈവത്തിന്റെ രാജ്യത്തിൽ വരുമ്പോൾ നമ്മുടെ വീണ്ടും ജനനം എന്ന് പറയുന്നത് തുടങ്ങുകയാണ്. ഇപ്പോൾ നമ്മുടെ യാത്ര ഈ ലോകത്തിലുള്ളത് അത് പരിശുദ്ധാത്മാവിനോട് കൂടെയാണ്. അവൻ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഏത് കാര്യത്തെ നമ്മൾ നാസത്വത്തിലായിരുന്നോ അവൻ നമ്മളോട് പറയും. ഇപ്പോൾ അതിനു മുകളിൽ നമ്മൾ അധികാരം നടത്തുന്നവരാണ്. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും കുറവിന്റെ അല്ലെങ്കിൽ രോഗത്തിന്റെ ദാസന്മാരായിരുന്നിരിക്കാം. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മളെ ആ ദാസത്വത്തിന്റെ മേഖലയിൽ നിന്ന് വിടുവിച്ച് നമ്മളെ ആ പുത്രന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണ്. എന്തുകൊണ്ടെന്നാൽ ഞാനും നിങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിജയാളിയായിരിക്കുവാൻ വേണ്ടി. ഈ വചനത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കും. കുരിശ് ഒരു ചിഹ്നമായിട്ടാണ്. അതിൽ യേശു ക്രിസ്തുവിലൂടെ നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ചു. ആ വീണ്ടും ജനനത്തിന്റെ കാര്യം അത് നമ്മുടെ പ്രാണനിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചിന്തകൾ, സങ്കല്പങ്ങളിൽ അവിടെ ആ കാര്യം തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങളുടെ വീണ്ടും ജനനം നടന്നപ്പോൾ ദൈവത്തിന്റെ രാജ്യത്തേക്ക് നിങ്ങൾ വരുമ്പോൾ ഇത് അറിയേണ്ടത് വളരെ ആവശ്യമാണ്. എത്രയധികം നിങ്ങളുടെ പ്രാർത്ഥനകളുണ്ടോ, അതൊന്തെങ്കിലും ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ വേണ്ടിയല്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണാറുണ്ട് എത്രയധികം പ്രാർത്ഥനയും എൻ്റെ സ്വർഗീയ പിതാവുമായിട്ടുള്ള സംസാരത്തിൽ എനിക്കത് മനസ്സിലാക്കാറുണ്ട്. ഞാൻ വചനം വായിക്കുമ്പോൾ ഞാൻ പിതാവിനെ കുറിച്ച് ഞാൻ അറിയുന്നു. അവൻ്റെ സാക്ഷ്യം ഞാൻ കേൾക്കുകയാണ്. ആ പിതാവിനെ കുറിച്ച് പറയുന്നത് എത്രയധികം വാഗ്ദത്തങ്ങൾ എനിക്ക് വേണ്ടി ഉണ്ടോ അതെല്ലാം ഞാൻ അതിൽ വിശ്വസിക്കുകയും അതിൽ വിശ്രമിക്കുകയും മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. എത്രയധികം ഞാൻ അതിൽ വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നതിലൂടെ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ആ വിജയത്തെ എനിക്ക് ലഭിക്കുവാനിടയാകുന്നു. അതുപോലെ ഞാനും നിങ്ങളും ആ വിജയത്തെ പ്രാപിക്കുവാനിടയാകും. നിങ്ങളുടെ ജീവൻ അത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രമല്ല, ഒരു ബന്ധത്തിൽ ആയിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു സഭയിലായിരിക്കും പോകുന്നത്, അവിടെ പ്രാർത്ഥന മാത്രമായിരിക്കും നടക്കുന്നത്. ചിലപ്പോൾ അവർക്ക് തോന്നുന്നു ഞങ്ങളുടെ പ്രാർത്ഥന എന്തുകൊണ്ട് കേൾക്കുന്നില്ല എന്ന്. അവർക്കറിയില്ല ബൈബിളിൽ എഴുതിയിരിക്കുന്നു നിങ്ങളുടെ മനസ്സ് അത് പുതിയതാകേണ്ട ആവശ്യമുണ്ട്. ഒരു പുത്രനെ പോലെ നിങ്ങൾ ദൈവത്തിന്റെ അടുത്തേക്ക് ആ പഴയ മനസ്സുമായിട്ടാണ് യേശു ക്രിസ്തുവിനെ അവിടെ ഒരു ഭഗവാനായിട്ട്, ഒരു ദൈവമായിട്ട് കാണുകയായിരിക്കാം. ചിലപ്പോൾ നമ്മൾ കൂടുതൽ ആളുകളും വേറൊരു മതത്തിലായിരുന്നു നേരത്തെ, അവർ വേറൊരു ദൈവത്തോടായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ സ്വർഗരാജ്യത്തിൽ വന്നപ്പോൾ, യേശു ക്രിസ്തുവിനെ ഗ്രഹിച്ചപ്പോൾ, നമ്മുടെ വീണ്ടും ജനനം നടന്നപ്പോൾ, നമ്മൾ ആ വീണ്ടും ജനനത്തിന് ശേഷവും നമ്മൾ ആ പഴയ രീതിയിൽ യേശുവിനെ അത് ആ മറ്റുള്ള ഭഗവാന്മാരെ പോലെ ആയിരിക്കും ചിലപ്പോൾ കാണുന്നത്. നിങ്ങളുടെ മനസ്സ് പുതുക്കാത്തതിലൂടെ ആ പഴയ മതത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് തന്നെ ഇപ്പോൾ നിങ്ങളുടെ ഈ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യാൻ തുടങ്ങും. പക്ഷെ സ്വർഗരാജ്യം എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെയും പുത്രന്റെയും ഇടയിലുള്ള ഒരു ബന്ധത്തെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, യേശുക്രിസ്തു പറയുകയാണ് അവൻ ഒരു ദൈവത്തിന്റെ രൂപത്തിലല്ല, യേശുക്രിസ്തു പിതാവുമായിട്ട് ഒരു കുടുംബത്തിന്റെ രൂപത്തിലാണ് നിങ്ങൾ കാണുന്നത്. വചനം പറയുകയാണ് ഞാനും നിങ്ങളും ദൈവത്തിന്റെ മക്കളാണ്. ആദ്യം ആദം വന്നു, അവൻ പാപത്തിൽ വീഴുവാനിടയായി. അതുകൊണ്ടാണ് രണ്ടാമത്തെ ആദത്തെ അയച്ചത്, അത് നഷ്ടപ്പെട്ട പുത്രന്മാരെ തിരിച്ചു പിതാവിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരാൻ. വചനത്തിൽ എഴുതിയിരിക്കുകയാണ് യേശു ക്രിസ്തു വളരെ സഹോദരന്മാർക്ക് ആദ്യജാതനായി. അതുകൊണ്ട് ഇത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. യേശു ക്രിസ്തുവും പിതാവും ഞാനും ഇപ്പോൾ ഒരു കുടുംബമാണ്. നിങ്ങളൊരു മനുഷ്യജാതി ആയിരുന്നത് പോലെ ഇപ്പോൾ വീണ്ടും ജനനത്തിന് ശേഷം നിങ്ങളൊരു സ്വർഗീയ ജാതിയാണ്. ബൈബിളിൽ എഴുതിയിരിക്കുകയാണ് യേശു ക്രിസ്തു വന്നു സാത്താന്റെ എല്ലാ കാര്യങ്ങളെയും അവൻ നഷ്ടപ്പെടുത്തുവാൻ വേണ്ടി. അപ്പൊ ചിന്തിച്ചു നോക്കുക, മറ്റുള്ള പുത്രന്മാരുടെ കാര്യം എന്താണ്? അവർ അതേ ഉത്തരവാദിത്തമാണ് നമുക്കുമുള്ളത്. യേശു ക്രിസ്തു പറയുകയാണ് നിങ്ങൾ പോകൂ, എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കൂ, രോഗികളെ സൗഖ്യമാക്കൂ, എല്ലാ രീതിയിലും മരണത്തിലായിരിക്കുന്നതിനെ ജീവനിലേക്ക് കൊണ്ടുവരൂ. ഒരു സമയത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കാം. ആ പ്രശ്നങ്ങളിൽ നമ്മൾ നിലനിൽക്കാൻ തുടങ്ങുമ്പോൾ, യേശു ക്രിസ്തുവിൽ നിലനിൽക്കുമ്പോൾ, പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ അതിൻ്റെ മുകളിൽ വിജയാളികളാകുന്നത്. ഇന്നത്തെ വിഷയം എന്ന് പറയുന്ന ആത്മീയ യുദ്ധത്തെ കുറിച്ചാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, ഇതൊരു യുദ്ധം ചെയ്യുന്നതിനെ കുറിച്ചല്ല, ഒരു പുത്രനെ കുറിച്ച്, ആ വിശ്വാസത്തിൽ നിലനിൽക്കുന്നതിനെ കുറിച്ചാണ്. പിന്നെ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും ഈ ലോകത്തിൽ ആണ് നിങ്ങൾ, ഈ ലോകത്തിന്റെ മുകളിൽ നിങ്ങൾ അധികാരം നടത്തുന്നവരാണ്. എന്തുകൊണ്ടെന്നാൽ സൃഷ്ടികൾ, പിന്നെ നിങ്ങൾക്കറിയാൻ സാധിക്കും നിങ്ങൾ ഈ ലോകത്തിലാണ്, ഈ ലോകത്തിന്റെ മുകളിൽ അധികാരം നടത്തുവാൻ വേണ്ടി. എന്തുകൊണ്ടെന്നാൽ വചനത്തിൽ എഴുതിയിരിക്കുകയാണ് സൃഷ്ടികൾ ആശയോടെ പുത്രന്മാരുടെ വെളിപ്പാടിനായി കാത്തിരിക്കുകയാണ്.
ആ വെളിപ്പാട് കാത്തിരിപ്പ് എങ്ങനെയാണ്? ആ പുത്രൻ അവന്റെ തിരിച്ചറിവിൽ ഉണരുമ്പോൾ ആ സൃഷ്ടിയിൽ ചുറ്റുപാടുമുള്ള പ്രശ്നങ്ങളെ ഒരു ശരിയായ രീതിയിലേക്ക് കൊണ്ടുവരാൻ. അതുകൊണ്ട് നമ്മൾ പോകുന്നിടത്തെല്ലാം ആത്മീയമായ രൂപത്തിൽ എവിടെയെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനെ നമ്മൾ ശരിയായ രീതിയിലേക്ക് കൊണ്ടുവരാൻ ഇടയാകും. നമുക്ക് മുന്നോട്ട് വചനത്തിൽ നിന്ന് വായിക്കാം. റോമർ അതിന്റെ 12-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം മുതൽ. ഇവിടെ എഴുതിയിരിക്കുകയാണ്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധികളെ ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപരാകാതെ, ഈ ലോകത്തിന്റെ ഈ ചക്രം അതിനനുസരിച്ച് നമ്മൾ പോകരുത്. അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവൻ. ഇവിടെ മനസ്സ് പുതുക്കുക, ഈ ഗ്രീക്ക് ഭാഷയിൽ ഇത് യേശുക്രിസ്തുവിന് വേണ്ടി ഉപയോഗിച്ച അതേ വാക്കാണ്. അവൻ മലയിൽ രൂപാന്തരപ്പെട്ടപ്പോൾ എന്റെയും നിങ്ങളുടെയും രൂപാന്തരം പുതുക്കം അത് എങ്ങനെയാണ് ഉണ്ടായത്? നമ്മുടെ മനസ്സ് പുതുക്കിയതിലൂടെ. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ കാര്യം. എല്ലാ വിത്തുകളും നന്മതിന്മകളിലൂടെ വൃക്ഷത്തിന്റെ ഫലത്തിലൂടെ നമ്മുടെ മനസ്സിൽ വിതയ്ക്കപ്പെട്ടത്, ആ വിത്തുകളെ എല്ലാം എടുത്തു കളഞ്ഞ് ആ നീതിയുടെ വിത്തിനെ, ആ തിരിച്ചറിവിനെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരിക. ആ മരണത്തിന്റെ വിത്തുകളെ നമ്മുടെ പ്രാണനിൽ നിന്ന് എടുത്തു കളഞ്ഞ് ജീവനെ അവിടേക്ക് കൊണ്ടുവരികയാണ്. മുന്നോട്ട് നമുക്ക് വായിക്കാം. എഫേസ്യർ 6-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് അവൻ പിശാച് കൊണ്ടുവരുന്ന തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ. 12-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഇന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാൻ സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവിൻ. നിങ്ങൾക്കറിയാമോ, ഞാൻ ആളുകളുടെ ജീവിതം കാണുമ്പോൾ ജീവൻ സ്വർഗീയ ആരോഗ്യത്തിൽ ഈ ലോകത്തിൽ സഞ്ചരിക്കാൻ ഞാൻ ഒരു കാര്യം പഠിച്ചു. അങ്ങനെ ഒരു സുവിശേഷവുമില്ല നിങ്ങളെ ആ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ ഒരു നീതിയുടെ ബോധം നിങ്ങളുടെ പ്രാണനിൽ ഉത്ഭവിക്കുന്നതിലൂടെ ഈ എല്ലാ നന്മകളും പിതാവ് നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് ആ അറിവിലൂടെ നിങ്ങൾക്കത് പ്രാപിക്കുവാനിടയാകും. എവിടെയാണോ യേശുക്രിസ്തു ഉള്ളത് അവിടെ ഒരു കുറവും ഉണ്ടാകുകയില്ല. ഞാനും നിങ്ങളും ഈ ലോകത്തിലായിരിക്കുന്നത് പോലെ നമ്മൾ അടിമകളല്ല. ധനം അത് നമ്മുടെ അടിമയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങൾ എത്രയധികം നിങ്ങളുടെ തിരിച്ചറിവിൽ ഉണരുന്നുവോ പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സത്യത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനെക്കുറിച്ചുമുള്ള ഒരു കുറവുണ്ടാകുകയില്ല. അത് നിങ്ങളുടെ ബന്ധത്തിന്റെ കാര്യത്തിലാണോ, അത് നിങ്ങളുടെ ധനത്തിന്റെ മേഖലയിലാണോ, എന്തിലാണെങ്കിലും എല്ലാ മേഖലയിലും നിങ്ങൾ ആ നിറവ് കാണുവാൻ നിങ്ങൾക്കിടയാകും. എന്തുകൊണ്ടെന്നാൽ ഒരു നീതി ബോധമാണ് എല്ലാ കാര്യങ്ങളെയും ആകർഷിക്കുന്നത്. നമ്മൾ എത്രയധികം പുത്രത്വത്തിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് കേൾക്കുന്നുവോ നമ്മുടെ അടിസ്ഥാനം ആ നീതി ബോധത്തിലുള്ളത് അത് സ്ഥിരമായിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ട് നമ്മൾ അറിയുന്നു നമ്മുടെ ബന്ധം അത് പ്രവൃത്തിയിലൂടെയല്ല, അവന്റെ രക്തത്തിലൂടെയുള്ള സന്തതികളാണ് നമ്മൾ. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങളെ തന്നെ അങ്ങനെ ഒരു സ്ഥലത്ത് കാണുവാൻ സാധിക്കും, അവിടെ ഒന്നും പിതാവിൽ നിന്നല്ലാത്തതൊന്നും നിങ്ങളെ തൊടുവാനിടയാകുകയില്ല. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളെ തന്നെ ഒരു ആത്മീയ മേഖലയിൽ സഞ്ചരിക്കുന്നതായിട്ട്. അവിടെ ലോകത്തിൻ്റെതായ ഒന്നും നിങ്ങളെ തൊടുകയില്ല. ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുകയാണ് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ആ കാര്യങ്ങളോടല്ല നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നത്, പക്ഷേ വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. നിങ്ങൾക്കറിയാമോ, ആദം പാപം ചെയ്തപ്പോൾ അവൻ വേറൊരു മേഖലയിൽ അവൻ വീഴുവാനിടയായി. ആ മേഖലയിൽ സാത്താനും ആനാണ് അധികാരം നടത്തുന്നത്. യേശുക്രിസ്തു പറയുവാനിടയായി, ഞാൻ ഈ ലോകത്തിൽ വന്നത് ഈ ലോകത്തിന്റെ അധികാരിക്ക് എൻ്റെ മുകളിൽ ഒരു അധികാരവുമില്ല. എന്തുകൊണ്ടെന്നാൽ അവന്റെ ഒന്നും എന്നിലില്ല. ആ സ്ഥലമാണ് യേശുക്രിസ്തുവിൽ ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, നമ്മുടെ യുദ്ധം എന്ന് പറയുന്നത് വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിലെ അന്ധകാര ശക്തികളോടും ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടുമാണ്. മുന്നോട്ട് വായിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുവാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധങ്ങളും എടുത്തുകൊള്ളുവിൻ. 14-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും. നിങ്ങൾക്കറിയാമോ, സത്യം നമ്മൾ ഒരു 14-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും. നിങ്ങൾക്കറിയാമോ, സത്യം നമ്മൾ നമ്മുടെ അര കെട്ടുമ്പോൾ ആ ബെൽറ്റ് അത് എല്ലാത്തിനെയും അവിടെ നിലനിർത്തുകയാണ്. സത്യം എന്താണ്? യേശുക്രിസ്തു പറഞ്ഞു, എല്ലാ കാര്യങ്ങളും പൂർത്തിയായിരിക്കുന്നു, നിങ്ങൾ
ദൈവത്തിന്റെ പുത്രനിൽ വിശ്വസിക്കുന്നു. ദൈവരാജ്യത്തിൽ വന്നതിന് ശേഷം എത്രയധികം ആളുകൾ ഈ വചനം കേൾക്കുന്നുവോ അവർക്കെല്ലാവർക്കും ദൈവത്തിന്റെ പുത്രന്റെ തിരിച്ചറിവ് ലഭിച്ചിരിക്കുന്നു. അവന്റെ രക്തത്തിലൂടെയുള്ള സന്തതി. ഞാനിത് പറയുന്നു, ഇത് വളരെ ലാളിത്യമുള്ളതാണ്. നിങ്ങൾ അവന്റെ രക്തത്തിലൂടെയുള്ള സന്തതിയാണ്. ഇത് ആ രക്തമല്ല നമ്മൾ നമ്മുടെ ശരീരത്തിൽ കാണുന്നത്. എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരാൾ അവന്റെ രക്തം ഒഴുക്കുവാനിടയായി, നിങ്ങളുടെ ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടിരുന്നത് വീണ്ടും ഒന്നാക്കുവാൻ വേണ്ടി. ഈ തിരിച്ചറിവ് നിങ്ങളിൽ നിന്ന് ആർക്കും മാറ്റുവാൻ കഴിയുകയില്ല. ഇപ്പം നിങ്ങൾ അവനുമായി ഒന്നായിരിക്കുകയാണ്. നിങ്ങളുടെ ആത്മാവും യേശുക്രിസ്തുവിന്റെ ആത്മാവും ഒന്നായിരിക്കുമ്പോൾ ഇപ്പോൾ ആ ആത്മാവിനെ ആർക്കും അകറ്റുവാൻ കഴിയുകയില്ല. അത് അങ്ങനെയാണ്. ഒരു മാതാവും പിതാവും അവരൊന്നാക്കുമ്പോൾ അവർക്കൊരു പുത്രൻ ജനിക്കുന്നത് പോലെ, ആ പുത്രനിൽ നിന്ന് മാതാവിനെയും പിതാവിനെയും മാറ്റാൻ സാധിക്കാത്തതുപോലെ, അതുപോലെയാണ് ഞാനും നിങ്ങളും ഇപ്പോൾ യേശുക്രിസ്തുവുമായി പൂർണ്ണമായി ഏകമായിരിക്കുന്നത്. വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, അതുകൊണ്ട് സത്യം കൊണ്ട് ആരെ കെട്ടണമെന്ന്. സത്യം എന്താണ് പറയുന്നത്? ഞാൻ അവന്റെ രക്തത്തിലൂടെയുള്ള സന്തതിയാണ്. എൻ്റെ നീതി എൻ്റെ പ്രവൃത്തിയിലൂടെയല്ല, വിശ്വാസത്തിലൂടെയാണ് ഞാൻ പ്രാപിക്കുന്നത്. ഈ സത്യത്തിൽ നമുക്ക് വിശ്വസിച്ച് ഇതിൽ നിലനിൽക്കണം നമ്മൾ. എന്തുകൊണ്ടെന്നാൽ വചനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും, ഈ എല്ലാ ആയുധങ്ങളും യുദ്ധം ചെയ്യുവാൻ വേണ്ടിയല്ല, ഇത് ഓർമ്മപ്പെടുത്തുകയാണ് ആ വിശ്വാസത്തിൽ നിലനിൽക്കാൻ വേണ്ടി. ഇന്ന് ഞാനും നിങ്ങളും പരിശ്രമിക്കുകയാണ് ആ തിരിച്ചറിവിൽ നിലനിൽക്കാൻ വേണ്ടി, ആ വിശ്രമത്തിൽ നിലനിൽക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. നമ്മൾ എത്രയധികം നമ്മുടെ തിരിച്ചറിവിൽ നമ്മൾ ഉണരുന്നുവോ, നിങ്ങൾ യുദ്ധം ചെയ്യുകയല്ല, നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങൾ വിശ്രമത്തിലൂടെ നിലനിൽക്കുകയാണ്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, നീതി എന്ന കവചം ധരിച്ചും. നിങ്ങൾക്കറിയാമോ എത്രയധികം വചനം നീതിയെക്കുറിച്ച് പുതിയ നിയമത്തിലുണ്ടോ? നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, ആ നീതി എന്ന് പറയുന്നത് വിശ്വാസത്തിലൂടെയാണ് നമുക്ക് ലഭിച്ചത്. ശരീരത്തിനനുസരിച്ച് നമ്മൾ പിതാവിന്റെ മുമ്പിൽ ശരിയാകാൻ നമുക്ക് സാധിക്കുകയില്ല. നിങ്ങൾക്കറിയാമോ എന്താണ് അങ്ങനെയെന്ന്? പാപത്തിന്റെയും മരണത്തിന്റെയും നിയമം അത് നമ്മുടെ ശരീരത്തിലുണ്ടായിരുന്നു. നിങ്ങൾ എത്രയധികം പരിശ്രമിച്ചാലും ആദം പാപം ചെയ്തു, അവൻ പാപത്തിന്റെയും മരണത്തിന്റെയും മേഖലയിൽ ആ ശരീരത്തിൽ വരുവാനിടയായി. അതുകൊണ്ട് വചനം പറയാണ്, ഒരു ദിവസം എനിക്കും നിങ്ങൾക്കും ഒരു മഹിമയുടെ ശരീരം ലഭിക്കുവാനിടയാകും. എനിക്കും നിങ്ങൾക്കും ഒരു ദിവസം തേജസ്സിന്റെ ശരീരം ലഭിക്കും. അതുകൊണ്ട് വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, നമ്മൾ ശരീരത്തിനനുസരിച്ചല്ല, നമ്മൾ വിശ്വാസത്തിലൂടെ സഞ്ചരിക്കുന്നവരാണ്. യേശുക്രിസ്തു ക്രൂശിൽ പോയി ആ ദേഹമായിട്ട്, എന്തുകൊണ്ടെന്നാൽ ഞാനും നിങ്ങളും നമ്മുടെ ശരീരത്തെ നോക്കാതിരിക്കാൻ വേണ്ടി യേശുക്രിസ്തുവിന്റെ പൂർത്തീകരിക്കപ്പെട്ട ആ നീതി, ആ പിതാവിലേക്ക് നമ്മൾ അടുത്തേക്ക് നമ്മൾ പോകുക. എൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന എല്ലാ കുറ്റവും അവൻ അവൻ്റെ ശരീരത്തിലെടുത്തു. അതുകൊണ്ടാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്, നീതി എന്ന കവചം ധരിക്കണമെന്ന്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും. ഇതൊരു പാപത്തെക്കുറിച്ചല്ല, ഇതൊരു സമാധാനത്തിന്റെ സുവിശേഷമാണ്. ഒരു സമാധാനത്തിന്റെ. മുന്നോട്ട് 16-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പിൻ. ദുഷ്ടന്റെ തീയമ്പുകൾ എന്താണ്? അതാ ചിന്തകളാണ് നമ്മുടെ പ്രാണനിലേക്ക് വരുന്നത്. എത്രയധികം നിങ്ങൾ ആ ചിന്തകളെ നിങ്ങൾ ഇടിച്ചു കളയാൻ പഠിക്കുന്നുവോ നിങ്ങളുടെ ജീവിതത്തിന്റെ ചെറിയ ചെറിയ മേഖലകളിലും നിങ്ങളിത് ചെയ്യാൻ പഠിക്കുമ്പോൾ, ഞാൻ നിങ്ങൾക്ക് വിശ്വാസം തരാൻ ആഗ്രഹിക്കുകയാണ്, വലിയ മേഖലകളിലും നിങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ട ആവശ്യം വരികയില്ല. അതുകൊണ്ട് എല്ലാ ചിന്തകളും ദുഷ്ടനിൽ നിന്നുള്ളത് നമ്മുടെ മനസ്സിലേക്കാണ് വരുന്നത്. നമ്മൾ ആ വിചാരങ്ങളെ നമ്മൾ അതിനെ ഇടിച്ചു കളഞ്ഞ് ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചെടുക്കുമ്പോൾ, എന്നിലുള്ളത് നമ്മൾ ആ വിചാരങ്ങളുടെ മുന്നിൽ നിങ്ങൾ രോഗിയാണെന്ന് പറയുന്നതും നിനക്ക് കുറവുണ്ടെന്ന് പറയുന്നതും അതിൻ്റെ പുറകെ നമ്മൾ ഓടാതിരിക്കുമ്പോൾ, നമ്മളിത് ഏറ്റുപറയാൻ പഠിക്കുമ്പോൾ, ഞാൻ അവൻ്റെ സന്തതിയാണെന്ന്, എൻ്റെ സ്വഭാവത്തിൽ മരണമില്ല എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, പതിയെ പതിയെ ആ മരണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകുന്നത് കാണാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ ഒരു വഴിയേ ഉള്ളൂ, അതിലൂടെ നിങ്ങൾ സഞ്ചരിച്ചാൽ അവിടെ സ്വർഗീയ ആരോഗ്യം പിതാവിൽ നിന്ന് നിങ്ങൾ നിലനിൽക്കുവാനിടയാകും. ബൈബിൾ അതിനെക്കുറിച്ച് പറയുകയാണ്, ഏറ്റവും ആദ്യം ഇതാണ്, നിങ്ങൾ എല്ലാ ദുഷ്ടനിൽ നിന്ന് വരുന്നതിനെ നിങ്ങൾ ഇടിച്ചു കളയണം. ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ആ സ്വർഗീയ ആരോഗ്യത്തെക്കുറിച്ച് കൂടുതലായി അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അൺടച്ചബിൾ സീരീസ് തീർച്ചയായും കേൾക്കണം. അതിൽ CTS-നെ കുറിച്ച് ഞാൻ പഠിപ്പിച്ചിരുന്നു. അവിടെ 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങളുടെ എല്ലാ ചിന്തകളും അവൻ്റെ മേലിടുക, ഒരു വിചാരവും ദുഷ്ടനിൽ നിന്നുള്ളതിനെ നിങ്ങൾ സ്വീകരിക്കാതിരിക്കുക, അതിനെതിരെ നിങ്ങൾ ഏറ്റുപറയുക. നിങ്ങൾ എത്രയധികം 3 കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും, ഒന്നും നിങ്ങളെ തൊടുകയില്ല. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, അതുകൊണ്ട് അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തും കൊണ്ട് നിൽപ്പിൻ. എല്ലാ ചിന്തകളെയും പിതാവിൽ നിന്നല്ലാത്തത്. 17-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, രക്ഷ എന്ന ശിരസ്ത്രം
ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. ഇതെല്ലാം നിങ്ങൾ ധരിക്കുന്നത് നിങ്ങളെ സുരക്ഷ ലഭിക്കാൻ വേണ്ടിയാണ്. ഒരേ ഒരു ആയുധമേ ഉള്ളൂ, അത് ആത്മാവിന്റെ ദൈവവചനം എന്ന ആത്മാവിന്റെ വാളാണ്. ദൈവത്തിന്റെ വചനം എടുത്തുകൊള്ളുക. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പരിപൂർണരായ സ്ഥിരത കാണിക്കും. മുന്നോട്ട് വചനം പറയാണ്, നമ്മൾ അവന്റെ സ്ഥാനാപതികളാണ് എന്ന്. ഞാൻ ആഗ്രഹിക്കുന്നു, നമ്മളായിരിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും രോഗം നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ കാണുന്നുവെങ്കിൽ, ഒരു മല പോലും നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, എന്തെങ്കിലും പ്രശ്നം നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ 2 മിനിറ്റ് എടുക്കുക, എന്നിട്ട് ചിന്തിച്ച് നോക്കുക ആ പ്രശ്നം ആരുടെ അടുത്താണ് വന്നത്. ചിലപ്പോൾ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മളെ നിരാശപ്പെടുത്തുകയും നമ്മുടെ ഹൃദയത്തിലേക്ക് അങ്ങനെയുള്ള ചിന്തകൾ കൊണ്ടുവരികയും ചെയ്യാം. ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ അങ്ങനെയുള്ള ചിന്തകളുടെ പുറകെ ഓടാതെ നിങ്ങൾക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സത്യവചനത്തിൽ എഴുതിയിരിക്കുന്നതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. ഒരു ഉദാഹരണമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ ആരെങ്കിലും ഉണ്ടാകാം നിങ്ങളെ കഴിഞ്ഞ് നല്ലതായിട്ടുള്ളത്, ചിലപ്പോൾ അങ്ങനെയുള്ള ചിന്ത നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരാം. ആ ഈർഷ്യയോ അല്ലെങ്കിൽ ഒരു അസൂയയോ അത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കാം. നിങ്ങളെ തന്നെ അവർക്ക് താഴ്ന്ന് കാണാൻ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ തന്നെ അതിനെ ഇടിച്ചു കളയുക. യേശുക്രിസ്തു എങ്ങനെയാണോ അങ്ങനെയാണ് ഞാനും ഈ ലോകത്തിലായിരിക്കുന്നതെന്ന് പറയുക. കുറച്ച് സമയത്തിന് ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ വിചാരം പിന്നെ ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് പിന്നെ വരികയില്ല. പിന്നെ മറ്റുള്ളവരെയും നിങ്ങൾക്ക് ആ പുത്രന്റെ രൂപത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ നിങ്ങൾ പഠിക്കും എങ്ങനെയാണ് ഈ ചിന്തകളെയല്ല നിങ്ങൾ ഏറ്റുപറയുന്നതിലൂടെ ആ ചിന്തകളുടെ മുകളിൽ നിങ്ങൾക്ക് വാഴാൻ സാധിക്കുന്നതെന്ന്. നിങ്ങൾ ഒരു മേഖലയിൽ വിജയം പ്രാപിക്കുമ്പോൾ അടുത്ത പ്രാവശ്യം ഒരു രോഗം നിങ്ങളുടെ ശരീരത്തേക്ക് വരുമ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ രോഗത്തിന് മുകളിലും നിങ്ങൾ വിജയാളികളാകുന്നത്. ഇതാണ് സത്യം. നമ്മുടെ ആത്മീയ യുദ്ധമുണ്ട്. അത് വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിലെ അന്ധകാര ശക്തികളോടുമാണ്. പക്ഷെ വചനം ഒരിടത്തും നമ്മളോട് പറയുന്നില്ല നമ്മൾ യുദ്ധം ചെയ്യണമെന്ന്. അത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ നിലനിൽക്കേണ്ടതിന്. നമ്മൾ നിലനിൽക്കുമ്പോൾ ആ സത്യത്തിലായിരിക്കുമ്പോൾ ഏത് സ്ഥലത്താണ് നമ്മളെ ആക്കിയിരിക്കുന്നത്. ഇതാണ് അർത്ഥം നീതിയുടെ കവചത്തിന്റെ. നമ്മൾ നമ്മുടെ ചിന്തകൾ അറിയാൻ നമ്മൾ പിതാവിന്റെ നീതിയാണ് എന്ന്, നമ്മൾ അവന്റെ രക്തത്തിലൂടെയുള്ള സന്തതിയാണ്. ഒന്നും നിങ്ങളുടെ മേൽ ദോഷം ആരോപിക്കുകയില്ല. ചിന്തകൾ വരികയാണ് നിങ്ങൾ രോഗമാണ് എന്ന്, നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തതുകൊണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള ചിന്തകൾ വരാമായിരിക്കാം. പക്ഷെ ഒരു വ്യത്യാസവുമില്ല. നിങ്ങൾ അവന്റെ നീതിയാണ് യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ. നിങ്ങൾ ആ സത്യത്തിൽ നിലനിൽക്കുമ്പോൾ വിശ്വാസത്തിന്റെ പരിചയം എടുത്തുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ശത്രു നിങ്ങളുടെ മുമ്പിൽ നിലനിൽക്കുകയില്ല. വചനം പറയുന്നു യേശുക്രിസ്തു പിശാചിന്റെ ആയുധങ്ങളെ കുറിച്ച് അവൻ തന്ത്രങ്ങൾ ഉണ്ടാക്കുകയാണ്. അവൻ നമ്മുടെ ചിന്തകളിലാണ് യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് അവന്റെ തീയമ്പുകളെ കെടുത്തു കളയണമെന്ന്. അവൻ നമ്മുടെ ഹൃദയത്തിൽ ചിന്തകളിലാണ് വരുന്നത്. യാക്കോബിന്റെ ലേഖനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും പാപം ആദ്യം അത് നമ്മുടെ ഹൃദയത്തിലേക്കാണ് ആദ്യം വരുന്നത്. അത് നമ്മുടെ ചിന്തയിൽ വന്നിട്ട് അതിനുശേഷം അത് ആ ശരീരത്തിലൂടെ ആ പ്രവൃത്തി ചെയ്യിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലയിലാണെങ്കിലും ഏറ്റവും ആദ്യം നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇതാണ്: സത്യത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പിക്കുക. അതിൽ പിടിച്ച് അതൊന്നാണെങ്കിൽ പോലും ആ ഒരു വചനത്തിൽ നിങ്ങൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ ആ വചനത്തിലൂടെ വെളിപ്പാട് തരും. ആ വെളിപ്പാട് നിങ്ങൾ പ്രാപിക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും അധികമായിട്ട് ആ വിശ്രമത്തിൽ എങ്ങനെയാണ് നിലനിൽക്കേണ്ടതെന്ന്. നിങ്ങൾ എത്രയധികം പഠിക്കുന്നോ ആ ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ പഠിക്കുക അതിനെതിരായിട്ട് പറയാൻ വേണ്ടി ആ സത്യവചനത്തിലൂടെ. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ആ ചിന്തകൾ പിന്നെ ഒരിക്കലും വരികയില്ല. നിങ്ങൾക്കറിയാമോ എപ്പോഴാണ് അങ്ങനെയുള്ള ചിന്തകൾ വരുന്നത്? നമ്മൾ അതിനെ അനുവദിക്കുമ്പോഴാണ്. നമ്മൾക്ക് പഠിക്കണം ക്രിസ്തുവിന്റെ അനുസരണത്തിനായി പിടിച്ചെടുക്കാൻ, നമ്മൾ ഏറ്റുപറഞ്ഞുകൊണ്ട്. ഇനി നമുക്ക് വായിക്കാം എഫേസ്യർ 1:15 വാക്യം. ഇപ്പോൾ നമ്മൾ കണ്ടു എങ്ങനെയാണ് നമ്മുടെ ആത്മീയ യുദ്ധം അത് ജഡരക്തങ്ങളോടല്ല എന്നുള്ളത്. നമുക്ക് ഈ വചനത്തിലൂടെ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പഠിക്കാം. 1:15 അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ച് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും. ഏത് ഭാഗമാണ് അവിടെ വീണ്ടുജന്മം നടക്കുന്നത്? നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടിയാണ് പ്രകാശമാവുന്നത്. നമ്മൾ പഠിച്ചു ആദം പാപം ചെയ്തപ്പോൾ അതിനു മുമ്പ് അവൻ ഹവ്വയെ കണ്ടപ്പോൾ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അവൻ ലജ്ജിച്ചിരുന്നില്ല. അതിന്റെ ഹീബ്രു വാക്ക് അതിൽ പറയുന്നത് ഹവ്വയെ അവൻ സമ്പൂർണമായിട്ടാണ് കണ്ടത്. പാപത്തിന് ശേഷം അതേ ശബ്ദമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് അവിടെ ഒരു ഇല്ലായ്മയെയാണ് കണ്ടത്.
അതിന്റെ അർത്ഥം ഇതാണ്: ഒരു കണ്ണ് അടഞ്ഞ ഒരു കണ്ണ് തുറക്കുവാനിടയായി. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചതിലൂടെ, നമ്മൾ രാജ്യത്തിൽ പ്രവേശിച്ചതിലൂടെ നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി തുറക്കുകയാണ്. അതിലൂടെ പൂർണ്ണമായി ആ ഒരുമയോടെയാണ്, ഒന്നായിട്ടാണ് കാണുന്നത്. ആ ജീവൻ മുഴുവൻ ഒഴുകാൻ തുടങ്ങുകയാണ്. നമ്മൾ നമ്മുടെ ആ ചിന്തയിൽ ഉണരുമ്പോൾ, യേശു ക്രിസ്തുവിന്റെയും നമ്മുടെ ഏകതയിൽ നമ്മൾ ഉണരുമ്പോൾ, ആ ചിന്ത ദൈവവും മനുഷ്യനും മരിക്കണമെന്നുള്ള ചിന്ത, ഇപ്പോൾ ദൈവവും മനുഷ്യരുമില്ല, ഇപ്പോൾ ഞാനും പിതാവും ഒന്നായിരിക്കുകയാണ്. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു, ഇപ്പോൾ യേശു ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. അവന്റെ വചനമാണ് എൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരുന്നത്. അവന്റെ ആഗ്രഹങ്ങളാണ് എൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നത്. എത്രയധികം ചിന്തകൾ വരുന്നു, അതെല്ലാം നമ്മളെ അതിൽ നിന്ന് വേർപെടുത്താനായിരിക്കും വരുന്നത്. പക്ഷെ ഞാൻ അതിനെയെല്ലാം ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി അതിൽ ഉറച്ചു നിൽക്കും. നമ്മളെ തന്നെ നമ്മുടെ ശരീരത്തിൽ തിരിച്ചറിവ് വയ്ക്കുന്നുവെങ്കിൽ ചിലപ്പോൾ നമ്മൾ വളരെയധികം കാര്യങ്ങൾ ശരീരത്തിലായിരിക്കും ചെയ്യുന്നത്. പക്ഷെ നമ്മളെ തന്നെ ആ ഒരുമയിൽ, ആ യേശുക്രിസ്തുവിന്, ആ ആത്മാവിൽ യേശുക്രിസ്തുവിനോട് കൂടെയുള്ളതിൽ കാണുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും, ശരീരത്തിന്റെ കാര്യങ്ങൾ നമ്മൾ വ്യത്യസ്തരായി കാണുവാൻ നമുക്ക് സാധിക്കും. മുന്നോട്ട് വചനത്തിൽ നമുക്ക് വായിക്കാം. 18-ാം വാക്യം: നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്ത് ഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും. നിങ്ങൾക്കറിയാമോ എത്രയധികം ആത്മീയ യുദ്ധമുണ്ടോ? അത് 2-ാം സ്വർഗത്തിലാണ്. പക്ഷെ എന്നെയും നിങ്ങളെയും ഉയർപ്പിച്ചു 3-ാം സ്വർഗത്തിൽ, യേശു ക്രിസ്തുവിൽ. അതുകൊണ്ട് നമ്മൾ ആ തിരിച്ചറിവിലാകുമ്പോൾ നമ്മൾ 2-ാം സ്വർഗത്തിൽ ഈ ദൈവത്തെ മാത്രമാണ് കാണുന്നത്. നമ്മുടെ ഹൃദയത്തിൽ ഇത് മാത്രമാണ്: നമുക്ക് യുദ്ധം ചെയ്യണമെന്ന്, നമുക്ക് വിജയിക്കണം നമ്മുടെ പ്രവൃത്തിയിലൂടെ. ആ കാര്യത്തിൽ നമ്മൾ അകപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതെല്ലാം നമ്മുടെ ഉണർത്തപ്പെടേണ്ട കാര്യത്തെക്കുറിച്ചാണ്. നമ്മൾ അറിയുക, നമ്മൾ 3-ാം സ്വർഗത്തിൽ യേശു ക്രിസ്തുവിനോടുകൂടെ നമ്മൾ ഇരുത്തിയിരിക്കുകയാണ്. ഈ എല്ലാ കാര്യങ്ങളും മുന്നമേ നമ്മുടെ കാലിന്റെ കീഴിലാണ്. അതുകൊണ്ട് ഞാൻ എല്ലാവരെയും ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രശ്നങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ കുറച്ച് സമയം എടുക്കുക, ഇത് ചിന്തിക്കുക: ഈ പ്രശ്നം ആരുടെ അടുത്താണ് വന്നത്? നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാൻ സാധിക്കും, നിങ്ങൾ ഒരു മനുഷ്യന്റെ രൂപത്തിലല്ല ആ പ്രശ്നത്തെ എതിരിടുന്നത്. നിങ്ങൾ ഒരു പുത്രന്റെ തിരിച്ചറിവിൽ അതിനോട് എതിർക്കുകയാണ്. ആ തിരിച്ചറിവിൽ നിങ്ങൾ വിശ്രമിക്കാൻ പഠിക്കുക. 21-ാം വചനം മുതൽ വായിക്കാം. സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽക്കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്കും കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. നമുക്കിവിടെ നിൽക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, വചനം പറയുകയാണ്, എല്ലാറ്റിനെയും മുകളിൽ യേശു ക്രിസ്തുവിനെ തലയാക്കി. എല്ലാ അധികാരങ്ങൾക്കും, ഈ ലോകത്തിന്റെ അന്ധകാരത്തിന്റെ ആത്മാക്കൾക്കും, എന്ത് രോഗമാണെങ്കിലും, ഈ സർക്കാരിന്റെ നിയമങ്ങളാണെങ്കിലും, എല്ലാറ്റിനും, എല്ലാ പേരുകൾക്കും മുകളിൽ അവനെ ഏറ്റവും മുകളിലാക്കി. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ് എഫേസ്യർ 2-ാം അധ്യായത്തിൽ 4-ാം വാക്യം മുതൽ: കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ എത്ര നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. എവിടെ യേശു ഇരിക്കുന്നുവോ അവനോട് കൂടെ എന്നെ നിങ്ങളെ ഇരുത്തി. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എവിടെയാണ്? അത് നമ്മുടെ കാലിന്റെ കീഴിലാണ്. യേശു ക്രിസ്തു അവന്റെ സിംഹാസനത്തിൽ വസിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച വചനത്തിലൂടെ പഠിച്ചു. സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുകയാണ്, നിങ്ങളുടെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്ത് ഭാഗത്തിരിക്കുക. എല്ലാ കാര്യങ്ങളെയും നമ്മുടെ കാൽ കീഴാക്കി വെച്ചിരിക്കുകയാണ്. ഏറ്റവും അവസാനത്തെ ശത്രുവായ മരണത്തെയും, അതും ഒരു ദിവസം നമ്മുടെ കാലിന്റെ കീഴിലാവും. അതുകൊണ്ട് സാത്താൻ ആഗ്രഹിക്കുന്നു, അവൻ തന്ത്രങ്ങൾ ഉണ്ടാക്കുകയാണ്, ഞാൻ എങ്ങനെ എൻ്റെ സ്ഥാനം വിട്ടിട്ട് ആ ചിന്തകളുടെ മുകളിൽ ഞാൻ പുറകെ ഓടണമെന്ന് അവൻ തന്ത്രങ്ങൾ കൊണ്ടുവരികയാണ് നമ്മൾ അതിൻ്റെ പുറകെ ഓടാൻ വേണ്ടി. അതുകൊണ്ട് ഈ അറിവിലല്ല നമ്മളെങ്കിൽ, നമ്മൾ നമ്മുടെ അധികാരങ്ങളെക്കുറിച്ച് നമ്മൾ അതിൻ്റെ പുറകെ ഓടും യുദ്ധം ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് വചനം നമ്മളെ യുദ്ധം ചെയ്യാനല്ല പറയുന്നത്, നമ്മൾ നിലനിൽക്കണമെന്നാണ് പറയുന്നത്. വചനം എന്തുകൊണ്ടാണ് നമ്മളോട് നിലനിൽക്കണമെന്ന് പറയുന്നത്? വചനം പറയാം, നിങ്ങൾ പോയി യുദ്ധം ചെയ്യുമെന്ന് പറയാം. പക്ഷെ വചനം പറയുകയാണ് നിലനിൽക്കണമെന്ന്. അതിൻ്റെ അർത്ഥം ഇതാണ്, നമ്മൾ നമ്മുടെ തിരിച്ചറിവിൽ സുരക്ഷിതമായിരിക്കുക.
നമ്മുടെ എത്രയധികം നമ്മൾ പുത്രത്വത്തിന്റെ യാഥാർത്ഥ്യത്തിൽ ഉണരുന്നുവോ, നമ്മുടെ കാര്യങ്ങൾ വിശ്രമത്തിൽ നിലനിൽക്കുക നമ്മുടെ തിരിച്ചറിവെ പിടിച്ചുകൊണ്ട്. ആ ആത്മീയ യുദ്ധത്തെ ഇതിനെയാണ് കാണിക്കുന്നത്. എന്തെങ്കിലും ചിന്തകൾ എൻ്റെ ചെവിയിലേക്ക്, എൻ്റെ മനസ്സിലേക്ക് വരികയാണ്, നീ രോഗിയാണ്, നിനക്കൊരു പനിയാണ്, അല്ലെങ്കിൽ ഒരു രോഗമുണ്ട്, ഞാൻ അതിൻ്റെ പുറകെ ഓടാതിരിക്കുമ്പോൾ ഞാൻ അറിയുകയാണ് ഞാൻ പുത്രനാണ്, എൻ്റെ സ്വഭാവത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളേ ഇല്ല, എന്തെങ്കിലും രോഗം അതെനിക്ക് വരികയില്ല. എന്തുകൊണ്ട്? ജീവന്റെ സ്വഭാവമാണ് എന്നിലുള്ളത്. ഞാൻ നിലനിൽക്കുന്നത് ഈ സത്യത്തിൽ അടിസ്ഥാനം ഇട്ടുകൊണ്ട് നിലനിൽക്കുന്നു. നിങ്ങൾക്കറിയാമോ, ആരെങ്കിലും സ്വർഗീയ ആരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞു, നിങ്ങൾ ഒരു മീറ്റിങ്ങിന് പോകാം, അവിടെ ചിലപ്പോൾ സൗഖ്യം നിങ്ങൾക്ക് ലഭിക്കാം. പക്ഷേ വളരെ അത്യാവശ്യമായ കാര്യമാണ് എങ്ങനെയാണ് ആ സൗഖ്യത്തിൽ നിലനിന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന്. ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ സൗഖ്യമായിട്ട് വീണ്ടും നിങ്ങൾ രോഗിയാകാം. നിങ്ങൾ ദൈവത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. പക്ഷേ ഇത് ദൈവത്തിന്റെ പ്രശ്നമല്ല. ബൈബിളിൽ നമുക്ക് വചനത്തിൽ വായിക്കാൻ സാധിക്കും എങ്ങനെയാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ അനുവദിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി, ആ ദൈവിക സ്വഭാവത്തിൽ, സ്വർഗീയ ആരോഗ്യത്തിൽ നിലനിൽക്കാൻ. അതിന്റെ തുടക്കം ഇവിടെയാണ്. ഇങ്ങനെയുള്ള ഒരു ചിന്തകളെയും അനുവദിക്കാതിരിക്കുക. നിങ്ങൾ ജീവൻ നിങ്ങളുടെ വാഗോണ്ട് ഏറ്റുപറയുക, പുത്രന്റെ തിരിച്ചറിവിൽ നിലനിൽക്കുക, ആ സത്യത്തിൽ നിങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുക. നമുക്കറിയാവുന്നതിൽ വിശ്വാസത്തിലൂടെയാണ് നമ്മൾ പിതാവിന്റെ നീതിയായിരിക്കുന്നത്. അതിന്റെ പ്രവൃത്തിയിലൂടെയല്ല, ആ രക്തത്തിലൂടെ, യേശുക്രിസ്തു എനിക്ക് വേണ്ടി ഒഴുക്കിയ രക്തത്തിലൂടെ, അതിലൂടെയാണ് ഞാൻ പിതാവിന്റെ നീതിയായിരിക്കുന്നത്. ആ എത്രയധികം അവകാശങ്ങളുണ്ടോ, അത് സ്വർഗീയ ആരോഗ്യമായാലും എല്ലാ കുറവുകളും എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകേണ്ടത് അതെന്തുകൊണ്ടാണ്? ഞാൻ അവന്റെ രക്തത്തിലൂടെയുള്ള സന്തതി ആയതുകൊണ്ട്. ഇതാണ് എൻ്റെ അടിസ്ഥാനം. എല്ലാ നന്മകളെയും ഞാൻ ഗ്രഹിക്കുന്നതിലൂടെ, എൻ്റെ ജീവന് വേണ്ടിയുള്ളത് അത് ഇതിൽ വിശ്വസിക്കുന്നതിലൂടെയാണ്. കൃപയാലത്രേ ഞാൻ അവന്റെ പ്രിയ മക്കളായിരിക്കുന്നത്. ഇതാണ് നമ്മുടെ അവകാശം. ഈ സത്യത്തിൽ നിലനിൽക്കുന്നതിലൂടെ നമ്മൾ ആ സ്വർഗീയ ആരോഗ്യത്തിൽ നിലനിൽക്കാൻ നമുക്ക് സാധിക്കും. വേറൊരു രീതിയുണ്ട് നിങ്ങൾ രോഗത്തിൽ നിന്ന് പുറത്തു വരാനുള്ളത്. പാപത്തിന്റെ അല്ലെങ്കിൽ ദോഷം നിരൂപിക്കുന്ന ഹൃദയം. നിങ്ങൾക്കറിയാമോ, എല്ലാ മരണവും രോഗവും അത് പാപത്തിലൂടെയാണ് വന്നത്. അതുകൊണ്ടാണ് സാത്താൻ സന്തോഷമാകുന്നത്. നമ്മളെ അധികമായിട്ട് ആ പാപത്തിന്റെ തിരിച്ചറിവ് നമുക്ക് തരുമ്പോൾ അതിലൂടെ നമ്മളെ രോഗത്തിൽ അവനെ പിടിച്ചു വെക്കാൻ സാധിക്കും. ഒരു പാപം നിരൂപിക്കുന്ന ഹൃദയം അത് മരണത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി. നീതി നമുക്ക് ലഭിച്ചത് നമ്മുടെ പ്രവൃത്തിയിലൂടെയല്ല, അത് വിശ്വാസത്തിലൂടെയാണ് നമുക്ക് ലഭിച്ചത്. എന്ത് സംഭവിച്ചാലും എനിക്കറിയാം ഞാൻ അവന്റെ രക്തത്തിലൂടെയുള്ള സന്തതിയാണ്. ഇപ്പോൾ എന്റെയും യേശുക്രിസ്തുവിന്റെ ആത്മാവ് ഒന്നായിരിക്കുകയാണ്. ആ സ്വഭാവം എന്ന് പറയുന്നത്, ആ സ്വഭാവമാണ് ഇപ്പോൾ എന്നിലുള്ളത്. ഇപ്പോൾ ആത്മാവിൽ നിങ്ങളുടെ അടുത്തുള്ളത് എല്ലാം നിങ്ങളുടെ പിതാവിന്റെ സ്വരൂപത്തിലാണ്. സാത്താന്റെ തന്ത്രം ഇതാണ്. അവൻ നിങ്ങളോട് പറയും നിങ്ങൾക്ക് ഇന്നത് ചെയ്യണം. പക്ഷെ സത്യം ഇതാണ്, നിങ്ങൾ അങ്ങനെ തന്നെയാണ്. ഞാൻ കോളേജിലായിരുന്നപ്പോൾ നിങ്ങൾക്കറിയാമോ, എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു, സാധാരണരായിട്ടുള്ളവര്. ഞാൻ ആ സമയത്ത് വളരെയധികം വിത്തുകൾ ആ സമയത്തിനനുസരിച്ച് അവരിൽ വിതച്ചുകൊണ്ടിരുന്നു. അവരവരുടെ തിരിച്ചറിവിൽ നിന്നും വ്യത്യസ്തമായി അസാധാരണമായിട്ട് അവരെ തന്നെ കാണാൻ വേണ്ടി. ആ തിരിച്ചറിവ്, ആ പ്രശ്നത്തിന്റെ തിരിച്ചറിവ് അവർ ഗ്രഹിച്ചു. അതെന്തുകൊണ്ടെന്നാൽ എവിടുന്നെങ്കിലും ആരെങ്കിലും ആ പ്രശ്നത്തിന്റെ വിത്തുകൾ അവരുടെ ഹൃദയത്തിൽ വിതച്ചു. ആ വിത്തിൽ അവർ വിശ്വസിച്ചു. ഇതങ്ങനെയാണ് എൻ്റെയും നിങ്ങളുടെയും വീണ്ടും ജനനം നടന്നപ്പോൾ നമ്മൾ അവൻ്റെ പ്രിയ പുത്രന്മാരായി. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു സഭയിലാണ് പോകുന്നത്. അവിടെ നമ്മുടെ തിരിച്ചറിവിനെ കുറിച്ചല്ല പറയുന്നത്. പക്ഷേ അത് രണ്ട് ചിന്ത നമ്മുടെ ഉള്ളിൽ ഉത്ഭവിപ്പിക്കുകയാണ്. നിങ്ങൾ പുത്രനുമാണ്, പാപിയുമാണ്, അങ്ങനെയാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കാനിടയാവും. പക്ഷെ നിങ്ങൾ സത്യത്തെ മാത്രം പ്രസംഗിക്കൂ. നിങ്ങൾ അവൻ്റെ പുത്രന്മാരാണ് യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ. ഇപ്പോൾ ക്രിസ്തുവിൽ നിങ്ങൾ പിതാവിന്റെ നീതിയാണ് വിശ്വാസത്തിലൂടെ. ഇതാണ് സത്യം. പിന്നെ നിങ്ങൾ ഈ സത്യത്തിൽ വിശ്വസിക്കുമ്പോൾ, ഇത് നിലനിൽക്കുമ്പോൾ, പിന്നെ നിങ്ങൾക്ക് നടക്കുമ്പോൾ ആ പുത്രന്റെ തിരിച്ചറിവിലൂടെ നടക്കുക. പിന്നെ പറയുമ്പോൾ പുത്രനെ പോലെ പറയുക. പിന്നെ നമ്മുടെ മനസ്സുള്ളവരാകാതെ ഒരു മനസ്സുള്ളവരായി നമ്മൾ സഞ്ചരിക്കുക. ഒരു തിരിച്ചറിവിൽ, ഒരു ദാസന്റെ തിരിച്ചറിവല്ല, ഒരു പുത്രന്റെ തിരിച്ചറിവിൽ നമ്മൾ സഞ്ചരിക്കുക. മുന്നോട്ട് നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാം. നമ്മൾ വായിച്ചു എങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവിനോട് കൂടെ സ്വർഗീയ സ്ഥാനത്ത് നമ്മളെ ഇരുത്തിയിരിക്കുന്നത് എന്ന്. മുന്നോട്ട് നമുക്ക് വായിക്കാം. കൊലോസ്യർ അതിൻ്റെ 1:9 വാക്യം മുതൽ ഇവിടെ എഴുതിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരേണം. മുന്നോട്ട് നമുക്ക് വായിക്കാം. 13 വാക്യം എഴുതിയിരിക്കുകയാണ്. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും, നിങ്ങൾക്കറിയാമോ,
ആദം പാപം ചെയ്തപ്പോൾ അന്ധകാരത്തിന്റെ മേഖലയിലാണ് അവൻ വീണത്. ഞാനും നിങ്ങളും ആ ഇരുട്ടിന്റെ മേഖലയിലായിരുന്നു. യേശു ക്രിസ്തു വന്നു എന്നെ നിങ്ങളെ വിടുവിക്കാൻ വേണ്ടി. അവൻ നമ്മളെ ആ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് നമ്മളെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി. ആ വെളിച്ചത്തിന്റെ രാജ്യം. ഇരുട്ട് ഒരു രാത്രിയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്, പഴയ നിയമത്തിൽ പലരും ഉറങ്ങിയിരുന്നു, അവർ ഉണരുകയാണ് അവരുടെ തിരിച്ചറിവിൽ. ഇരുട്ടിന്റെ അധികാരത്തിലായിരുന്നവരുടെ കണ്ണടവായിരുന്നു. ഈ സൃഷ്ടിയുടെ മുകളിൽ അധികാരം നടത്തേണ്ടിയിരുന്നവർ അതിന്റെ അടിമകളായി തീർന്നു. എത്രയധികം നിങ്ങൾ നിങ്ങളുടെ തിരിച്ചറിവിൽ ഉണരുന്നുവോ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചുറ്റും കാണുന്നത് നിങ്ങളെ അതിന് മുകളിൽ അധികാരം നടത്താൻ വേണ്ടിയാണ് നിങ്ങളെ ആക്കിയിരിക്കുന്നത്. നിങ്ങൾ എത്രയധികം ഉണരുന്നു അതിനനുസരിച്ച് ആ അധികാരം നിങ്ങളിലൂടെ പ്രവർത്തിക്കുവാൻ തുടങ്ങും. പിന്നെ എല്ലാ സൃഷ്ടികളും നിങ്ങളെ സേവിക്കാൻ തുടങ്ങും, നിങ്ങളുടെ ദാസന്മാരായിത്തീരും. മുന്നോട്ട് നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാം. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ആദ്യജാതനും ആകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. സകലത്തിലും അവൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. ആരാണ് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ആദ്യജാതൻ? അത് യേശുക്രിസ്തുവാണ്. അതിനുശേഷം ഞാനും നിങ്ങളും. അതുകൊണ്ടാണ് അവനെ അനേകം സഹോദരന്മാർക്ക് ആദ്യജാതൻ എന്ന് എഴുതിയിരിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുകയാണ് അവൻ എല്ലാറ്റിലും മുമ്പേ ഉള്ളവനാണ്. അതിന്റെ അർത്ഥം എല്ലാ കാര്യങ്ങളിലും യേശുക്രിസ്തുവാണ് എല്ലാത്തിനും ആധാരമായിരിക്കുന്നത്. ഇപ്പോൾ ഞാനും നിങ്ങളുടെയും എന്റെയും നിങ്ങളുടെയും തിരിച്ചറിവ് യേശുക്രിസ്തുവിൽ. ഞാനും നിങ്ങളും ഇപ്പോൾ ഒന്നാണ് യേശുക്രിസ്തുവിൽ. ഇപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യത്തിനും മുകളിൽ നമ്മൾ വിജയാളികളാണ്. നിങ്ങൾ ഒരിക്കലും ഒരു രാജാവിനെ എല്ലാ കാര്യങ്ങളിലും രാജ്യം ചെയ്യുന്നവനായി, ഒരു യുദ്ധം ചെയ്യുന്നവനായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. പക്ഷെ ആ രാജാവ് ആ സ്ഥലത്ത് നിലനിൽക്കുന്നവനായിട്ടാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ അവനറിയാം എല്ലാ കാര്യത്തിന്റെയും മുകളിൽ അവൻ വിജയാളിയാണ്. ഏറ്റവും മൂഢമായ കാര്യം ഇതായിരിക്കും, അവൻ പിന്നെയും യുദ്ധം ചെയ്യാൻ പോയാൽ ആ കാര്യങ്ങളുടെ ഓൾറെഡി അവൻ വിജയാളി ആയിരിക്കുന്ന കാര്യത്തിനോട് പിന്നെ യുദ്ധം ചെയ്യാൻ പോയാൽ. നിങ്ങൾക്കറിയാമോ, എനിക്ക് നിങ്ങൾക്കും വേണ്ടി ഏറ്റവും വലിയ കാര്യം തന്നിരിക്കുന്നത് ഇതാണ്: നമ്മൾ നമ്മുടെ വിശ്രമത്തിന്റെ സ്ഥലത്ത് നമ്മൾ നിലനിൽക്കണം. നിങ്ങൾക്കറിയാമോ, എനിക്കും നിങ്ങൾക്കും വേണ്ടി ഏറ്റവും വലിയ കാര്യം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് അതിതാണ്: നമ്മൾ നമ്മുടെ വിശ്രമത്തിന്റെ സ്ഥലത്ത് നമ്മൾക്ക് നിലനിൽക്കണം. നിങ്ങൾക്കറിയാമോ, പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇസ്രയേലിയർ അവരെ വാഗ്ദത്തം ചെയ്ത ഭൂമിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതിനുശേഷം ദൈവം ഒരിക്കലും അവരോട് യുദ്ധം ചെയ്യുവാൻ പറഞ്ഞില്ല. പക്ഷെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അവരെ എങ്ങനെയാണ് അവർ ആ സ്ഥലത്ത് നിലനിൽക്കാൻ വേണ്ടി വചനം വീണ്ടും വീണ്ടും അവരെ ഓർമ്മപ്പെടുത്തുന്നതെന്ന്. അതാണ് ഇന്നത്തെ കാര്യത്തിലും വചനം സത്യമായിരിക്കുന്നത്. നമ്മൾ യുദ്ധം ചെയ്യുകയല്ല, നമ്മൾ നേരത്തെ തന്നെ പ്രവേശിച്ചിരിക്കുന്ന ഒരു സ്ഥലത്തിന് വേണ്ടി, ആ വിശ്രമത്തിന്റെ സ്ഥലത്തിൽ. നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സ്ഥലത്തും ഞാൻ വിജയം പ്രാപിച്ചു, ഇങ്ങനെയുള്ളൊരു ചിന്ത വന്ന് നീ യുദ്ധം ചെയ്യൂ എന്ന് അതിനോട് പുറകെ ഓടൂ. ഞാൻ അതിനെ സ്വീകരിച്ചില്ല. ഞാൻ എൻ്റെ വിശ്രമത്തിന്റെ സ്ഥലത്ത് നിലനിന്നു. അത് എൻ്റെ ജോലിയുടെ കാര്യമാണോ, എൻ്റെ ബന്ധങ്ങളുടെ കാര്യമാണോ, എന്തിലാണെങ്കിലും ഞാൻ ആ സത്യത്തിൽ നിലനിന്നപ്പോൾ ആ സത്യമായിരിക്കുന്നതിൽ ഞാൻ അവൻ്റെ പ്രിയ പുത്രനാണ്. യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ, ആ വിശ്വാസത്തിലൂടെ ഞാൻ ആ വീണ്ടും ജന്മം പ്രാപിച്ചിരിക്കുകയാണ്. ഞാൻ എല്ലാ കാര്യങ്ങളിലും മുമ്പേ ഉള്ളവനാണ്. എനിക്കൊന്നിൻ്റെയും പുറകെ ഓടേണ്ട ആവശ്യമില്ല. ഇതാണ് ആ കാര്യം കാണിക്കുന്നത്, വചനത്തിൽ നിലനിൽക്കുന്നതിനെ കുറിച്ച്, നമ്മൾ അതിൽ ഉറക്കിച്ചു നിൽക്കുന്നതിനെ കുറിച്ച്, ആ നമ്മുടെ തിരിച്ചറിവിനെ വിടാത്തതിൽ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു പുത്രൻ അങ്ങനെ ചെയ്യാൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാ സാഹചര്യങ്ങളും മല പോലെ നിങ്ങൾ കണ്ടത്. അത് എങ്ങനെയാണ് നിങ്ങളുടെ ആ പ്രവൃത്തിയിലൂടെ മുമ്പേ ആ മല നിങ്ങളുടെ മുമ്പിൽ തന്നെത്താൻ മുട്ടുമടക്കുന്നത്, നിങ്ങളുടെ സ്ഥലത്ത് നിലനിൽക്കുന്നതിലൂടെ മാത്രം. ഇത് ആത്മീയ സത്യങ്ങളാണ് എന്നെയും നിങ്ങളെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. എങ്ങനെ എൻ്റെ മമ്മിയുടെ രോഗത്തിന്റെ സമയത്ത് രോഗം വന്നപ്പോൾ ഒരു റിപ്പോർട്ട് പറഞ്ഞു രോഗമുണ്ട് എന്ന്. രണ്ടാമത്തെ ചെക്ക് ചെയ്തപ്പോൾ രോഗത്തിന്റെ അംശമൊന്നുമില്ലായിരുന്നു. നമ്മൾ ആ സ്ഥലത്തിൽ നിലനിന്നതിലൂടെയാണ് അത് ലഭിച്ചത്.
എന്തുകൊണ്ടെന്നാൽ വ്യാജം, ഈ നിഴലിന്റെ മേഖല നമ്മളെ കാണിക്കുകയാണ്. അതിന്റെ പുറകെ നമ്മൾ ഓടാൻ തുടങ്ങുമ്പോൾ എന്റെയും നിങ്ങളുടെയും പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മൾ ആ വിശ്രമത്തിന്റെ സ്ഥലത്ത് നിലനിൽക്കുക. എന്തുകൊണ്ടെന്നാൽ നമ്മൾ മറന്നു പോകുകയാണ് നമ്മൾ അവന്റെ സന്താനാണെന്നുള്ള കാര്യം. അതുകൊണ്ടാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്, എന്റെ ജനം അറിവില്ലായ്മ കൊണ്ട് നശിച്ചു പോകുന്നുവെന്ന്. നിങ്ങൾക്കറിയാമോ, യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് എന്തുകൊണ്ടെന്നാൽ എന്റെയും നിങ്ങളുടെയും സ്വർഗീയ പിതാവുമായിട്ടുണ്ടായിരുന്ന ബന്ധം അത് നഷ്ടപ്പെട്ടു പോയിരുന്നു. ആ ബന്ധത്തെ അവൻ പുനഃസ്ഥാപിക്കാനാണ് വന്നത്. ഇപ്പോൾ ഞാൻ തിരിച്ച് എൻ്റെ പിതാവിൻ്റെ അടുത്ത് എത്രയധികം എൻ്റെ പ്രാർത്ഥനകളുണ്ടോ, അതൊരു മനുഷ്യൻ്റെ മുമ്പിലല്ല, ഞാൻ നേരെ എൻ്റെ പിതാവിൻ്റെ അടുത്ത് ചെന്നിട്ട് ആ വിഷയങ്ങൾ എനിക്ക് പറയാൻ, അതൊരു ബന്ധത്തിലായിരുന്നു കൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും. ആരെങ്കിലും എൻ്റെ അടുത്ത് വരുമ്പോൾ പ്രാർത്ഥന വിഷയങ്ങളുമായിട്ട് അവരറിയുന്നില്ല അവർ പിതാവുമായുള്ള ബന്ധം എന്താണെന്ന്. നിങ്ങൾക്കറിയാമോ, പിതാവിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന്? അവൻ നിങ്ങൾക്ക് ആ അവകാശങ്ങളെല്ലാം തരാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അവന് ഏറ്റവും പ്രധാന സ്ഥാനം കൊടുക്കുമ്പോൾ അവൻ സന്തോഷിക്കുന്നു. എന്തെങ്കിലും വിഷയം വരുമ്പോൾ നേരെ അവൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അവന് വളരെ സന്തോഷമാണ്. ഞാൻ എന്തെങ്കിലും പ്രശ്നം വന്ന് എൻ്റെ ജീവിതത്തിൽ വന്നത്, എനിക്ക് ആദ്യമായി വന്നപ്പോൾ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, മറ്റുള്ളവരുടെ അടുത്ത് പോയി എൻ്റെ പ്രശ്നം പറയുന്നത്. പക്ഷെ പിതാവായ ദൈവം എന്നെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു, എന്നെ പഠിപ്പിച്ചു. പിതാവിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുമ്പോൾ എല്ലാ പ്രശ്നങ്ങളെയും ഒരു ലളിതമായ രീതിയിൽ അവൻ്റെ ഉത്തരമാണ്. ഇപ്പോൾ ആരെങ്കിലും എൻ്റെ അടുത്ത് പ്രശ്നങ്ങളുമായി വരുമ്പോൾ അതിങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്, എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം പ്രിയ എനിക്ക് തരുമെന്ന്. അങ്ങനെയല്ല. നിങ്ങൾ കേട്ടിട്ടുള്ള വചനങ്ങൾ എല്ലാം ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും പ്രധാന സ്ഥാനം നിങ്ങൾ വചനത്തിന് കൊടുക്കുക. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം എന്നിൽ നിന്നല്ല, എൻ്റെ ജീവിതത്തിലും എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം എനിക്ക് ലഭിച്ചത് പരിശുദ്ധാത്മാവിലൂടെ പിതാവിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. കഴിഞ്ഞ ആഴ്ചയിലെ മെസ്സേജിൽ നമ്മൾ പഠിച്ചു എങ്ങനെയാണ് നമ്മുടെ ജീവിതം മറ്റുള്ളവരുമായി തുലനം ചെയ്യാതിരിക്കുക. നമ്മുടെ ജീവിതം, നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധമുണ്ട്, പിതാവുമായിട്ട്. പലപ്പോഴും ആൾക്കാർ എൻ്റെ ജീവിതത്തെ കാണുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കാണുന്നത് ഉണ്ടാവേണ്ടത് എനിക്കുണ്ടായിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ എനിക്കറിയാം ഞാൻ ഏത് ഓട്ടത്തിലാണോ യേശുക്രിസ്തുവാണ് എന്നെ എല്ലാ കാര്യത്തിലും വിജയാളിയാക്കുന്നത്. അങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടിയും. യേശുക്രിസ്തുവുമായ ഒരു യാത്രയാണ്. ഈ യാത്രയിൽ യേശുക്രിസ്തുവാണ് നിങ്ങളുടെ ഉള്ളിൽ വളരുന്നത്. ഇത് വളരെ മനോഹരമായ യേശുക്രിസ്തുവിനോട് കൂടിയുള്ള ഒരു യാത്രയാണ്. മുന്നോട്ട് നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാം. ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, സകലത്തിലും അവൻ താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എല്ലാവരും ഈ വചനം ധ്യാനിക്കണമെന്ന്. നോക്കുക, കുറച്ച് ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നില്ലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, ഈ പ്രശ്നത്തിനൊക്കെ മുകളിൽ ആണ് നിങ്ങളെന്ന്. എല്ലാ നാമത്തിനും മുകളിൽ, എല്ലാ രോഗത്തിനും മുകളിലാണ് യേശുവിന്റെ നാമം. ഇപ്പൊ നിങ്ങളുടെ ചോദ്യം ഇതായിരിക്കാം, പിന്നെ എങ്ങനെയാണ് ആ രോഗത്തിന്റെ ലക്ഷണം എന്റെ ശരീരത്തിൽ വരുന്നത്? ഇതാണ് പുത്രന്റെ ജീവൻ. വിശ്വസിക്കുക, ശരീരം മരിച്ചതായി കണ്ടാൽ പോലും. നിങ്ങളുടെ ജീവിതത്തിന്റെ രീതി ഇങ്ങനെയാണ്. നിങ്ങൾ കാണുന്നതിനെ അതിനനുസരിച്ചല്ല സഞ്ചരിക്കുകയാണെങ്കിൽ അത് വിശ്വാസമല്ല. നമ്മളെ സൃഷ്ടിച്ചത് ഇങ്ങനെ ജീവിക്കുവാൻ വേണ്ടിയല്ല. ആദമിന്റെ ബന്ധവും ദൈവവുമായിട്ട് തുടങ്ങിയത് വിശ്വാസത്തിലൂടെയായിരുന്നു. എന്തുകൊണ്ടാൽ ദൈവം പറഞ്ഞു, നിങ്ങൾ ഈ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കരുത്, മറ്റുള്ള വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കാം. അങ്ങനെയാണ് തുടങ്ങേണ്ടിയിരുന്നത്, വിശ്വാസത്തിലൂടെ. പക്ഷെ അങ്ങനെയല്ല മുന്നോട്ട് ചെന്നായത്. അവന്റെ ചിന്തയ്ക്ക് അനുസരിച്ച് ചെയ്യാൻ തുടങ്ങി. അവൻ അങ്ങനെ ഒരു മേഖലയിൽ വീഴാൻ തുടങ്ങി. അവൻ അതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങി. അവൻ സ്വന്തം ചിന്തയ്ക്ക് അനുസരിച്ച് അവൻ നോക്കാൻ തുടങ്ങി. പിന്നെ പരിശുദ്ധാത്മാവ് നമ്മളെ തിരിച്ചു കൊണ്ടുവരികയാണ്, പിതാവ് നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്ന ആ രീതിയിലേക്ക്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ തിരിച്ചുവരവിൽ വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ എൻ്റെ പിതാവിലൂടെ അത് എനിക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ കാണാറുണ്ട്, ഞാൻ പുത്രനല്ല എന്ന് കാണിക്കുന്നത്. പക്ഷെ ഞാൻ അതിൽ നിന്നല്ല, എൻ്റെ ശരീരത്തിലുള്ളതിലല്ല, കാണുന്നതിലല്ല ഞാൻ തിരിച്ചറിവെടുക്കുന്നത്. പക്ഷെ ഞാൻ പറയും, ഞാൻ അവൻ്റെ പുത്രനാണ്. എൻ്റെ പിതാവിൻ്റെ സാക്ഷ്യം എനിക്ക് വേണ്ടി ഇതാണ്. നിങ്ങൾ അങ്ങനെ ഒരു ജീവിതം ജീവിക്കുമ്പോൾ അവിടെ സത്യം മാത്രമാണ് പിതാവ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞതിൽ വിശ്വസിക്കുമ്പോൾ, അപ്പോൾ നിങ്ങൾ ഒരു പുത്രനെ പോലെ സഞ്ചരിക്കുവാൻ തുടങ്ങും. ഇപ്പോൾ നിങ്ങൾ സൃഷ്ടിയുടെ ദാസന്മാരല്ല. നിങ്ങൾ നിങ്ങളുടെ തിരിച്ചറിവിൽ നിലനിൽക്കുമ്പോൾ, ആ സൃഷ്ടിയിൽ നിന്ന് തിരിച്ചറിവ് എടുക്കാതിരിക്കുമ്പോൾ, അപ്പോൾ നിങ്ങൾ ഈ സൃഷ്ടികളുടെ മുകളിലും അധികാരം നടത്തുന്നവരായി തീരും. പിന്നെ നിങ്ങൾ അങ്ങനെ ഒരു സ്ഥാനത്ത് കാണാൻ സാധിക്കും. അവിടെ ദുഷ്ടനെ നിങ്ങളെ തൊടാൻ സാധിക്കുകയില്ല. എല്ലാ കാര്യങ്ങളും നമ്മുടെ ശരീരം കാണിക്കുന്നതിൽ നിന്ന് നമ്മൾ നമ്മുടെ തിരിച്ചറിവ് എടുക്കരുത്. വചനം നമ്മളെക്കുറിച്ച് എന്താണോ സത്യമായിട്ടുള്ളത്, എന്നെക്കുറിച്ചുള്ളത്, അതിൽ മാത്രം വിശ്വസിക്കുന്നു. എത്രയധികം പരീക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും ആ സത്യത്തെ പുറത്തു കൊണ്ടുവരാനായിരിക്കും അത്. സ്വർഗത്തിൽ നിന്ന് ശബ്ദം ഉണ്ടായപ്പോൾ, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതിനുശേഷം വന്നപ്പോൾ യേശു ക്രിസ്തു അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്തില്ല. അവൻ്റെ തിരിച്ചറിവ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. യേശു ക്രിസ്തു അങ്ങനെ ചെയ്യാതിരുന്നപ്പോൾ സാത്താൻ അവൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോവുകയാണ്. യേശുക്രിസ്തു ആ കാര്യങ്ങളുടെ എല്ലാം മുകളിൽ അധികാരം നടത്തുന്നതായി കാണാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ അവന്റെ തിരിച്ചറിവ് അതിലായിരുന്നു. അവൻ ചെയ്ത പ്രവൃത്തി അന്ന് ചെയ്തു എന്നുള്ളതിലായിരുന്നു. പിതാവ് അവനെ കുറിച്ച് പറഞ്ഞതിലായിരുന്നു.
എന്റെയും നിങ്ങളുടെയും തിരിച്ചറിവും അങ്ങനെയാണ്. ഞാനും നിങ്ങളും വിശ്വസിക്കുന്നു ഞങ്ങൾ അവന്റെ പ്രിയപുത്രന്മാരാണ്, പിതാവിന്റെ സാക്ഷ്യം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇതാണ്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, നമുക്ക് വായിക്കാം. കൊലോസ്യർ 1-ാം അധ്യായം ഇതിന്റെ തന്നെ 19-ാം വാക്യം. അവിടെ എഴുതിയിരിക്കുകയാണ്, അവൻ സർവ്വസമ്പൂർണ്ണതയും വസിപ്പാനും അവന് ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവന് മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. മുമ്പേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ടകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. എങ്ങനെയാണ് അവൻ നമ്മളെ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തിയത്? അവൻ അവന്റെ ശരീരത്തിലൂടെ, ജഡശരീരത്തിലൂടെ, അതിൽ ക്രൂശിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി അവൻ കൊടുത്തു. അതുകൊണ്ട് ഇപ്പോൾ ഞാനും നിങ്ങളും വിശുദ്ധരും നിഷ്കളങ്കരുമാണ്. നമ്മുടെ എന്തെങ്കിലും നല്ല പ്രവൃത്തി കൊണ്ടല്ല, നമ്മൾ നല്ലവരായതുകൊണ്ടല്ല. ഇന്ന് നിങ്ങൾ വിശുദ്ധരാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ശരീരത്തിൽ വിശുദ്ധരാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ശരീര പ്രവർത്തികളിലൂടെ ഒരിക്കലും നടക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ ഇത് പാപത്തിന്റെയും മരണത്തിന്റെയും നിയമം ഈ ശരീരത്തിലുണ്ട്. ഒരു ശരീരത്തിന്റെ ആഗ്രഹമാണ് ഈ വിശുദ്ധി പ്രാപിക്കാൻ വേണ്ടിയുള്ളത്. എന്റെയും നിങ്ങളുടെയും വിശുദ്ധി എന്ന് പറയുന്നത് അതൊരു വരദാനമാണ്, അതൊരു യാഗം പോലെയാണ്. അത് യേശുക്രിസ്തുവിലൂടെയാണ്, അവന്റെ ശരീരത്തിലൂടെയാണ്. മുന്നോട്ട് വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, നമ്മളെ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തെ തന്റെ മരണത്താൽ നിരപ്പിച്ചു. 23 എഴുതിയിരിക്കുകയാണ്, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്ന് നിങ്ങൾ ഇളകാട് അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ ഈ നീതിയുടെ ബോധം നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരും വിശുദ്ധരുമാണെന്നുള്ളത് കാര്യം വിശ്വാസത്താൽ ഇത് ഗ്രഹിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെ നിങ്ങൾ ശരീരത്തിനനുസരിച്ച് സഞ്ചരിക്കുന്നതായിട്ട്, ശരീരം നോക്കി സഞ്ചരിക്കുന്നതായിട്ട്, ഇതിൽ വിശുദ്ധരാകാൻ ശ്രമിക്കുന്നതായി ചെയ്താൽ എല്ലാ പ്രാവശ്യവും നിങ്ങൾ നിരാശരാകും. എത്രയധികം നിങ്ങൾ ആത്മീയമായി സഞ്ചരിക്കുന്നു, നിങ്ങൾ യേശു ക്രിസ്തുവിൽ പിതാവിന്റെ ധാർമ്മിക നീതിയാണ് എന്ന് നിങ്ങൾ ഉണരുമ്പോൾ, ആ കാര്യത്തിൽ ഉണരുമ്പോൾ, എത്രയധികം നിങ്ങൾ ആത്മീയമായി സഞ്ചരിക്കുന്നോ, നിങ്ങൾ ഉണരുമ്പോൾ നിങ്ങൾ യേശു ക്രിസ്തുവിൽ പിതാവിന്റെ നീതിയാണെന്നുള്ളതിൽ, എത്രയധികം നിങ്ങളുടെ കണ്ണ് നിങ്ങൾ തന്നെത്താനിൽ നിന്ന് മാറ്റി യേശു ക്രിസ്തുവിലാക്കുമ്പോൾ എന്ത് പ്രവൃത്തിയാണ് അവൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് എന്നുള്ളതിൽ, യേശു ക്രിസ്തു എങ്ങനെയായിരിക്കുന്നോ ഇപ്പോൾ അതുപോലെ തന്നെയാണ് എന്റെയും സ്വഭാവം. യേശു ക്രിസ്തു പിതാവുമായ ഒരു ബന്ധത്തിലായിരുന്നു, അതേ പിതാവാണ് ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത്. ഞാൻ അതിൽ സന്തോഷിക്കുകയാണ്, ആ ബന്ധത്തിൽ. എന്തുകൊണ്ടെന്നാൽ അവൻ എന്നെ ഇപ്പോൾ പുത്രനാക്കിയിരിക്കുന്നു അവന്റെ രക്തത്തിലൂടെ. ഞാൻ അവന്റെ രക്തത്തിലൂടെയുള്ള സന്തതിയാണ്. ഞാൻ ആ ബന്ധത്തിന്റെയാണ് സന്തോഷം ആഘോഷിക്കുന്നത്. പിന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, എന്തെങ്കിലും ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ അതെല്ലാം വീണു പോകും. എന്തുകൊണ്ടെന്നാൽ ഒരു പുത്രൻ അവൻ ഉണരുകയാണ്, അവന്റെ നീതിയെക്കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ചുള്ളതിൽ അവൻ വീഴാതിരിക്കുമ്പോൾ, അവൻ ഇളകിപ്പോകാതിരിക്കുമ്പോൾ, അവന്റെ ശരീരത്തിന്റെ പ്രവൃത്തികളെ കണ്ടിട്ട് പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങൾ വിജയാളിയേക്കാൾ മുകളിലായി സഞ്ചരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സമൃദ്ധിയായ കൃപ, ആ നീതിയുടെ വരദാനം നിങ്ങൾക്ക് ലഭിച്ചത് അതിൽ വിജയാളിയേക്കാൾ മുകളിലാണ് നിങ്ങൾ. നിങ്ങൾക്കറിയാമോ, എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്, അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് അത് നീതിബോധത്തിലൂടെയാണ്. ചിലപ്പോൾ ഇന്ന് നിങ്ങൾ അങ്ങനെ ഒരു സ്ഥലത്തായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ, അവിടെ നിങ്ങളെ തന്നെ ദോഷം പറയുന്നവരായി, എന്തെങ്കിലും ബന്ധത്തിൽ ഞാൻ കാരണമാണ്, നിങ്ങളെ തന്നെ കുറ്റം വിധിക്കുന്നവരായിട്ട്, ഞാൻ കാരണമാണ് പ്രശ്നമായത്. നിങ്ങൾ നിങ്ങളുടെ കണ്ണ് ഇതിൽ നിന്നെല്ലാം മാറ്റി യേശു ക്രിസ്തുവിൽ നിങ്ങളുടെ കണ്ണ് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അവൻ നിങ്ങളെ എത്ര യോഗ്യമായിട്ടാണ് നിങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നത്. അവൻ എങ്ങനെ ആയിരിക്കുന്നു അതുപോലെയാണ് ഇപ്പോൾ എന്നെയും നിങ്ങളെയും ആക്കിയിരിക്കുന്നത്. ഞാൻ യേശു ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ ഞാൻ കാണുന്നത് അവൻ കാരണമാണ് എല്ലാ നന്മകളും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചത്. ഞാൻ എത്രയധികം സത്യത്തിൽ വിശ്രമിക്കുന്നു, ഞാൻ കാണുന്ന എല്ലാ വചനങ്ങളും എനിക്ക് വേണ്ടി അങ്ങനെ തന്നെ ആവുകയാണ്. എത്രയധികം ഞാൻ ഈ സത്യത്തിൽ വിശ്രമിക്കാൻ പഠിക്കുന്നുവോ, അപ്പോൾ എനിക്ക് വേണ്ടിയുള്ള എല്ലാ വചനങ്ങളും അങ്ങനെ തന്നെ ആയിത്തീരുകയാണ്. മുന്നോട്ട് നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 10-ാം അധ്യായം. നിങ്ങളുടെ സമക്ഷത്ത് താഴ്മയുള്ളവനെന്നും അകലത്തിരിക്കെ നിങ്ങളോട് ധൈര്യപ്പെടുന്നവൻ എന്നുമുള്ള പൗലോസായ ഞാൻ ക്രിസ്തുവിന്റെ സൗമ്യതയും ശാന്തതയും ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഞങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നു എന്ന് നിരൂപിക്കുന്ന ചിലരോട് ധീരത കാണിപ്പാൻ ഞാൻ ഭാവിക്കുന്നു. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ അങ്ങനെ ഖണ്ഡിതമായ ധൈര്യം കാണിപ്പാൻ ഇടവരരുത് എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയുമിരിക്കുന്നു.
ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, നമ്മൾ എല്ലാ ചിന്തകളെയും, വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചെടുക്കണമെന്ന്. എല്ലാ ചിന്തകളും വിചാരങ്ങളും എവിടെയാണ് വരുന്നത്? നമ്മുടെ ഹൃദയത്തിൽ. നിങ്ങൾക്ക് അറിയാമോ, ഒരാൾ ഭയപ്പെടുന്നത് എപ്പോഴാണ്? അങ്ങനെയുള്ള ചിന്തകളെ ഇടിച്ചു കളയാൻ ഭയത്തിൻ്റെതായിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗത്തിന്റെ, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ആവുന്നതിന്റെ, അത് നമ്മുടെ ചിന്തകളിലേക്ക് വരുമ്പോൾ അതിനെ എങ്ങനെയാണ് ഇടിച്ചു കളയേണ്ടത്, പിടിച്ചെടുക്കണമെന്ന് നമ്മൾ പഠിക്കണം. നമ്മൾ അവന്റെ മക്കളാണ്, അവന്റെ രക്തത്തിലൂടെയുള്ള. നിങ്ങൾക്കറിയാമോ, 91-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുകയാണ്, ഞാൻ ഇരുട്ട് എത്ര അന്ധകാരത്തിലൂടെയുള്ള നടന്നാലും എനിക്കൊരു നിങ്ങൾക്കറിയാമോ, 91-ാം സങ്കീർത്തനം എഴുതിയിരിക്കുകയാണ്, അന്ധകാരത്തിലൂടെയുള്ള താഴ്വരയിൽ കൂടി നടന്നാലും എനിക്കൊരു അനർത്ഥവും ഭവിക്കുകയില്ല എന്ന്. അതാണ് നമ്മുടെ അവകാശം. ഇതാ സ്ഥലമാണ്. അവിടെ എഴുതിയിരിക്കുകയാണ്, അത്യുന്നതന്റെ മറവിൽ വസിക്കുക എന്നുള്ളത്. അത് നിങ്ങളുടെ സ്ഥലമാണ്. അവിടെ നിങ്ങൾ ക്രിസ്തുവുമായിട്ട് നിങ്ങളെ സ്വർഗീയ സ്ഥലത്തിരുത്തിയിരിക്കുകയാണ്. ഇത് എത്ര സമാധാനം എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാണിത്. ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഒന്നും തൊടുകയില്ല എന്നുള്ളത്. ഇത് നീതിയുടെ ബോധമാണ് ഈ എല്ലാ വചനങ്ങളെയും നമ്മൾക്ക് വേണ്ടി അങ്ങനെ തന്നെ കൊണ്ടുവരുന്നത്. പിന്നെ നമ്മുടെ ആളുകൾ, പ്രിയപ്പെട്ടവർ പോയാലും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ കണ്ണെവിടെ അടഞ്ഞാലും സ്വർഗത്തിൽ നമുക്ക് അവരെ കാണാൻ സാധിക്കും. എനിക്ക് ഓർമ്മയുണ്ട്, 2004 എൻ്റെ പിതാവ് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ ആ സമയത്ത് അദ്ദേഹം രോഗത്തിലായിരുന്നു. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർ പോയാലും നമുക്കറിയാം, അവരുടെ കണ്ണിവിടെ അടഞ്ഞാലും അത് കണ്ണ് സ്വർഗത്തിൽ തുറക്കുകയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, 2004 എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോയി. ആ സമയത്ത് അദ്ദേഹം രോഗത്തിലായിരുന്നു. അതിന് എനിക്ക് സ്വപ്നം കാണുവാൻ ഞാൻ ഇടയായി. പ്രിയ, ഞാൻ മടുത്തു, എനിക്ക് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന്. ആ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു വിഷമം തോന്നിയില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ഇഷ്ടം അതാണ് എന്ന്. അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്കും ദുഃഖമില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ എല്ലാം കണ്ണ് ഈ ലോകത്ത് അടഞ്ഞത്, അവർ വേറൊരു മേഖലയിൽ അവരുടെ കണ്ണ് തുറക്കുകയാണ്. അവരെ വീണ്ടും നമ്മൾ കാണും. എത്ര ആശ്വാസകരമായ കാര്യമാണ്, എത്ര സമാധാനം നൽകുന്ന ഒരു കാര്യമാണ് നമ്മൾ വീണ്ടും അവരെ കാണുമെന്നുള്ളത്. എന്തുകൊണ്ടെന്നാൽ പുത്രൻ ഒരിക്കലും മരിക്കുകയില്ല. മുന്നോട്ട് നമുക്ക് വചനത്തിൽ നിന്ന് നോക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയുമിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, നിങ്ങൾക്ക് എൻ്റെ മമ്മിയോട് ചോദിക്കാൻ സാധിക്കും, ഒരുപാട് പ്രാവശ്യം എൻ്റെ ജീവിതത്തിൽ എങ്ങനെയുള്ള കാര്യം വന്നിട്ടുണ്ട്. ഒരുപാട് ചിന്തകൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതിൽ ഞാൻ അധികാരം നടത്തുകയില്ല, അത് എൻ്റെ മേൽ അധികാരം നടത്തുവാൻ തുടങ്ങും. ഞാൻ പലപ്പോഴും കണ്ടു, എങ്ങനെയാണ് ഞാനൊരു പുത്രനായിട്ട് പോലും ഞാൻ എൻ്റെ ചിന്തകളെ, വിചാരങ്ങളെ പലപ്പോഴും അടിമയായി തീർന്നതെന്ന്. ഈ മേഖലയിൽ ഞാൻ പുത്രനാണ്, എനിക്കറിയാം. പക്ഷേ ഇതുവരെയും ഞാൻ ഒരു ദാസനായിട്ട് ജീവിച്ച ഒരു മേഖലയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നത്. നിങ്ങളെ ഒരു ദാസന്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റി ഒരു പുത്രന്റെ മനസ്സിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്. എന്തുകൊണ്ടെന്നാൽ ദാസനല്ല അവകാശി, പുത്രനാണ് എല്ലാത്തിനും അവകാശി. പരിശുദ്ധാത്മാവിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു പുതിയ ഹൃദയം ഈ മേഖലയിൽ എനിക്ക് തരുവാനിടയായി. അതിനുശേഷം ഒരിക്കലും അങ്ങനെയുള്ള സങ്കല്പങ്ങളും ചിന്തകളും എൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ പെട്ടെന്ന് ഞാൻ ഫോൺ എടുത്ത് ആരെയും വിളിക്കാറില്ല. ഞാൻ വിളിക്കുമായിരുന്നു നേരത്തെ, എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി, എനിക്ക് നല്ല ഒരു ആശ്വാസം നൽകാൻ വേണ്ടി. ഞാൻ അങ്ങനെയുള്ള സങ്കല്പങ്ങളെയും വിചാരങ്ങളെയും ഞാൻ ഇടിച്ചു കളഞ്ഞു. എന്തുകൊണ്ടെന്നാൽ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, അങ്ങനെയുള്ള എല്ലാ ചിന്തകളെയും ഉയർച്ചകളെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിന് വിപരീതമായിട്ട് ഉയരുന്നതിനെ അതിനെ പിടിച്ചടക്കണമെന്ന്. ഞാൻ ആ സത്യം എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതിൽ അതിനെ മാത്രം പിടിക്കുവാൻ തുടങ്ങി. എഴുതിയിരിക്കുന്നു, പുത്രനൊന്നും നഷ്ടമാകുകയില്ല എന്ന്, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവത്തിൽ മരണമില്ല, അല്ലെങ്കിൽ നീതിയുടെ മാർഗത്തിൽ ഒരു മരണവുമില്ല എന്നുള്ളത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ സത്യത്തെ പറയാൻ തുടങ്ങിയപ്പോൾ എല്ലാ ചിന്തകളെയും വിചാരങ്ങളെയും ഞാൻ ഇടിച്ചു കളഞ്ഞു. അതിനെ ഞാൻ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനെ പിടിച്ചടക്കി. പിന്നെ എനിക്ക് കാണുവാനിടയായി എല്ലാ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ മാറുവാൻ തുടങ്ങി. എത്രയധികം ചിന്തകൾ, വിചാരങ്ങൾ വരുമോ അതെല്ലാം എൻ്റെ മനസ്സിൽ ഇത്രയധികം വരാറില്ല. ഞാനിത് മനസ്സിലാക്കുവാനിടയായി, നമ്മുടെ യുദ്ധം എന്ന് പറയുന്നത് ഇത് ജഡരക്തങ്ങളോടല്ല. ആ വിചാരങ്ങൾ അതെൻ്റെയല്ല, ആരോ എനിക്കത് തരുന്ന ആളുണ്ട്. ഞാൻ പഠിച്ചു അതിനെ പിടിച്ചടക്കുവാൻ വേണ്ടി. ചിലപ്പോൾ നിങ്ങൾക്കും തുടക്കത്തിൽ ഇത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നിങ്ങൾ അനുവദിക്കുമ്പോൾ എത്ര ലളിതമായിട്ടാണ് അവൻ നിങ്ങളെ കൊണ്ടുപോകുന്നതെന്ന്. അതുകൊണ്ട് വളരെ ആവശ്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ അനുവദിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും അവൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തും. നിങ്ങളുടെ നീതിയെക്കുറിച്ച് അവൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും, നിങ്ങളുടെ പുത്രത്വത്തിന്റെ യാഥാർത്ഥ്യത്തിന്റെ വിഷയത്തെക്കുറിച്ച്. നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും, എങ്ങനെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നമ്മളെ ദോഷത്തിന്റെ ആത്മാവല്ല, നമ്മളെ കുറ്റം വിധിക്കുന്ന ആത്മാവല്ല, നമ്മളെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി, നമ്മൾ
ക്രിസ്തുവിൽ പിതാവിന്റെ നീതിയാണെന്നുള്ള കാര്യം അവൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. യേശു ക്രിസ്തു ചെയ്ത പ്രവൃത്തിക്ക് അനുസരിച്ച് നമ്മൾ ശരിയാണ്, പിതാവിന്റെ സ്നേഹവുമായി നമ്മൾ അടുത്ത് വന്നിരിക്കുകയാണ്. നിങ്ങൾ എത്രയധികം നീതിബോധത്തിൽ ഉണരുന്നു, അത്രയധികം നിങ്ങൾക്ക് നിങ്ങളുടെ പുത്രത്തിന്റെ യാഥാർത്ഥ്യത്തിൽ സഞ്ചരിക്കാൻ നിങ്ങൾ പഠിക്കും. ആരെങ്കിലും നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ പാപിയാണ് എന്ന്, നിങ്ങൾ പാപം ചെയ്തുകൊണ്ടേയിരിക്കും. സത്യം ഇതാണ്, നിങ്ങൾ ഇപ്പോൾ പാപിയല്ല, നിങ്ങൾ അവന്റെ പ്രിയ പുത്രന്മാരാണെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ പിതാവിന്റെ സ്വഭാവം അതേ സ്വഭാവമാണ് ഇപ്പോൾ നിങ്ങളിലുള്ളത്. ആ സ്വഭാവം ജീവന്റേതാണ്. അതുകൊണ്ട് നമ്മൾ ആ യുദ്ധം ചെയ്യുവാനായിട്ടല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ജയിച്ച ഒരു യുദ്ധം, അതെല്ലാം നേരത്തെ നമ്മുടെ കാൽ കീഴിലാണ്. എത്രയധികം പരീക്ഷകൾ, കൊടുങ്കാറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നോ അതിലെല്ലാം നിങ്ങൾ പഠിക്കുകയാണ് അതിന്റെ മുകളിൽ വിജയാളികളാകാൻ. പിന്നെ അതൊരിക്കലും നിങ്ങളെ പരീക്ഷിക്കുവാൻ വരികയില്ല. ഒരു സമയത്ത് ഞാൻ എൻ്റെ ജീവിതത്തിൽ രോഗിയായിരുന്നു. ഞാൻ അതിൽ നിന്ന് വിജയാളിയായപ്പോൾ ആ മേഖലയിൽ ഞാൻ വിജയിക്കുവാനിടയായി. ഇപ്പോൾ ഒരു ചിന്തകളും ഒരു രോഗം എന്നിലേക്ക് കൊണ്ടുവരാറില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ അറിയുന്നു ഞാൻ വിജയാളിയേക്കാൾ മുകളിലാണ് ആ മേഖലയിൽ. ഇപ്പോൾ എന്തെങ്കിലും ചിന്തകൾ രോഗവുമായി വരുമ്പോൾ എനിക്കറിയാം ഞാൻ അതിൽ ജയവാളിയേക്കാൾ മുകളിലാണ് എന്ന്. എൻ്റെ ജീവന്റെ മേഖലയിൽ നിങ്ങൾ അധികാരം നടത്തുവാൻ തുടങ്ങും. എന്തുകൊണ്ടെന്നാൽ ഇന്ന് ഞാൻ പിതാവുമായി പ്രാർത്ഥിക്കാറില്ല എന്നെ സൗഖ്യമാക്കൂ സൗഖ്യമാക്കൂ എന്ന്. ചിലപ്പോൾ വേറെ ആരെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടാവും, പക്ഷെ പുത്രനല്ല. ഞാൻ പരിശുദ്ധാത്മാവിനെ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുകയാണ് ചെയ്യാറ്. ഞാൻ വചനം വായിക്കും, ഞാൻ എൻ്റെ തിരിച്ചറിവിലൂടെ സത്യത്തെ മനസ്സിലാക്കും. പിന്നെ ഞാൻ ആ വിശ്രമത്തിന്റെ സ്ഥലത്ത് നിലനിൽക്കും. എൻ്റെ സമാധാനം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നതിലൂടെയല്ല എനിക്ക് ലഭിക്കുന്നത്, എൻ്റെ പിതാവിന്റെ വചനത്തിൽ അധിഷ്ഠിതമാണത്. അതിനാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുന്നോട്ട് നമുക്ക് കൂടുതൽ വചനങ്ങളിൽ നോക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ PDF ഫയലിൽ നോക്കാവുന്നതാണ്. കൊലോസിയർ അതിൻ്റെ 2-ാം അധ്യായം 11-ാം വാക്യം. ഇവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദന ആ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. സ്നാനത്തിൽ നിങ്ങൾ അവനോട് കൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ്ച്ചു ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ, ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത്. ഇവിടെ എഴുതിയിരിക്കുകയാണ്, എല്ലാ കൈയെഴുത്തുകളെയും എല്ലാ കാര്യങ്ങളും ഞാനും നിങ്ങളും ചെയ്യാൻ സാധിക്കാഞ്ഞതിനെ അതിന്റെ എല്ലാ ശിക്ഷയും യേശു ക്രിസ്തു സ്വന്തം ശരീരത്തിലെടുത്തു. സാത്താനെ അവനെ കുറ്റം പറയുന്നവനായിട്ടാണ്, സാത്താനെ അവന് ദോഷം ആരോപിക്കുന്നവനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ എപ്പോഴാണ് ദോഷം ആരോപിക്കുന്നത്? അവന് ദോഷം ആരോപിക്കേണ്ടതിന് ഒരു ലിസ്റ്റ് അവനുണ്ടായിരിക്കണം. പക്ഷെ അവൻ നിങ്ങളുടെ പേര് വായിക്കുമ്പോൾ തന്നെ അത് ഓൾറെഡി അത് ക്രൂശിൽ എഴുതിയിരിക്കുകയാണ്. ഏത് കാര്യം പറഞ്ഞവൻ നിങ്ങളുടെ മേൽ ദോഷം ആരോപിക്കും? അവന് സാധിക്കുകയില്ല നിങ്ങളുടെ മുകളിൽ ദോഷം ആരോപിക്കാൻ. നിങ്ങൾ അത് അറിയേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ നീതി രക്തത്തിലൂടെയാണ്. യേശു ക്രിസ്തു എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചു, എനിക്കും നിങ്ങൾക്കും വേണ്ടി. ഇപ്പോൾ ആ സത്യത്തിൽ നമ്മൾ ഉണരുകയാണ്, ആ സത്യത്തിൽ നമ്മൾ നിലനിൽക്കുകയാണ്. മുന്നോട്ട് നമുക്ക് വായിക്കാം. 1 യോഹന്നാൻ അതിന്റെ 5-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിച്ചിരിക്കുന്നു. നിങ്ങളെല്ലാവരും എന്നോട് കൂടെ പറയുക, ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചതാണ്, അതുകൊണ്ട് ഞാൻ ലോകത്തെ ജയിക്കുന്നു. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ചുറ്റും കാണുന്നതെല്ലാം അതിൻ്റെ എല്ലാം സൃഷ്ടിയാണ് നടന്നത്. ആദമിനെയും ദൈവം സൃഷ്ടിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതുകയായിരുന്നു. പക്ഷെ ഞാനും നിങ്ങളും ഇപ്പോൾ ആത്മീയ ജീവികളാണ്. എൻ്റെയും നിങ്ങളുടെയും വീണ്ടും ജനം സ്വർഗത്തിൽ നിന്നാണ് നടന്നത്. എങ്ങനെ യേശുവിൻ്റെതായിരുന്നു അതുപോലെ. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെയും നിങ്ങളുടെ സൃഷ്ടിയല്ല നടന്നത്, ഞാനും നിങ്ങളും അവനിലൂടെ ഉത്ഭവിക്കുകയായിരുന്നു. എങ്ങനെ നമ്മൾ പഠിച്ചുവോ, ഒരു പട്ടിയുടെ കുട്ടി പട്ടിയായിരിക്കുന്നത് സിംഹത്തിന്റെ കുട്ടി സിംഹക്കുട്ടി ആവുന്നത് പോലെ, അതുപോലെ ദൈവത്തിൽ നിന്നും ജനിച്ചത് ദൈവത്തെ പോലെയാണ്. നിങ്ങൾ ഈ സത്യത്തിൽ ഉണരുമ്പോൾ നിങ്ങൾ ദൈവത്തെ പോലെയാണെന്നുള്ളതിൽ, നിങ്ങൾ ഒരു ജാതിയാണ്, സ്വർഗീയ ജാതിയാണെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നിങ്ങൾ പ്രശ്നങ്ങളുടെ പുറകെ ഓടുകയില്ല. പിന്നെ ഈ ലോകത്തിന്റെ കാര്യങ്ങളുടെ പുറകെ ഓടുന്നത് നിങ്ങൾ നിർത്തും. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്കപ്പോൾ മനസ്സിലാകും, ഈ കാര്യങ്ങൾ എൻ്റെ സ്വഭാവത്തിലുള്ളതല്ല, ഇതെൻ്റെ DNA-യിലേ ഇല്ല. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ ചർച്ചിൽ ഒരു പുതിയ ആൾ വന്നപ്പോൾ അവർ ഗോവയിലേക്ക് പോകുകയായിരുന്നു. ഞാൻ അവരോട് ഈ സത്യത്തെ ഉണർത്തുവാനിടയായി, നിങ്ങൾ ആരാണെന്നുള്ളതിൽ. അവർക്ക് അവരുടെ തിരിച്ചറിവിനെ കുറിച്ച് മനസ്സിലായപ്പോൾ അവർ അവരുടെ കൂട്ടുകാരുടെ കൂടെ അവിടെ പോയി കാണുവാനിടയായി. മറ്റുള്ള കൂട്ടുകാർ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ അവനെ വ്യത്യസ്തനാക്കി വെച്ചു മറ്റുള്ളവരിൽ നിന്നും. എനിക്ക് അവരെ പഠിപ്പിക്കേണ്ട ആവശ്യം വന്നില്ല, നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്ന്. പക്ഷെ എനിക്കറിയാം, ഒരു
വിശുദ്ധി എന്ന് പറയുന്നത് നീതിയുടെ ഫലമാണ്. ഞാൻ അവരെ തിരിച്ചറിവിനെ കുറിച്ച് മാത്രം പറഞ്ഞു. അവർ തിരിച്ചു വന്ന് സാക്ഷ്യം പറയുവാനിടയായി. അവർക്ക് അങ്ങനെയുള്ള ഒരു കാര്യം ലോകത്തിൻ്റെത് ചെയ്യാനുള്ള ആഗ്രഹമേ അവൻ്റെ ഉള്ളിൽ വന്നില്ല. അവരുടെ കൂട്ടുകാർ അതിശയകരമായി അതിശയപ്പെട്ടു, ഇതെങ്ങനെയാണ് ഇവൻ മാറിയതെന്ന്. എനിക്കറിയാം, എൻ്റെ വിശ്വാസം അത് പരിശുദ്ധാത്മാവിലാണ്, ഈ ലോകത്തിലോ സാത്താനിലോ അല്ല. യേശു ക്രിസ്തു എങ്ങനെയായിരിക്കുന്നു അതുപോലെയാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, ലോകത്തെ ജയിച്ച് ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ആ നീതിയുടെ കാര്യത്തിൽ 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിച്ചവൻ? മുന്നോട്ട് നമുക്ക് വായിക്കാം. 6-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ജലത്താലും രക്തത്താലും വന്നവൻ ഇവൻ ആകുന്നു. യേശു ക്രിസ്തു തന്നെ. ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലും തന്നെ. ആത്മാവ് സാക്ഷ്യം പറയുന്നു. ആത്മാവ് സത്യമല്ലോ. സാക്ഷ്യം പറയുന്നവർ മൂവരുണ്ട്, ആത്മാവ്, ജലം, രക്തം. ഈ മൂന്നിന്റെയും സാക്ഷ്യം ഒന്ന് തന്നെ. വചനം യേശുവാണ്. നമ്മൾ യോഹന്നാനിൽ വായിക്കാൻ സാധിക്കും, വചനം ജഡമായി തീർന്നു, എന്റെയും നിങ്ങളുടെയും വീണ്ടും ജനം വചനത്തിലൂടെയാണ് നടന്നത്. അതുകൊണ്ട് അതേ വചനത്തിന്റെ സ്വഭാവമാണ് എന്നിൽ നിങ്ങളിലുള്ളത്. ഞാൻ ഒരുപാട് അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ കേട്ടു ആളുകളുടെ. അവർ പറയുന്നത്, ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത് നേരത്തെ എനിക്ക് തോന്നുന്നു, എനിക്കിത് അറിയാമായിരുന്നു, ഇത് ഞാൻ എവിടെയോ വായിച്ചിട്ടുള്ള പോലെ. നമ്മൾ വചനത്തിൽ വായിച്ചതുപോലെ സാക്ഷ്യം പറയുന്നവർ മൂവരുണ്ട്, ആത്മാവ്, ജലം, രക്തം. മൂന്നിന്റെയും സാക്ഷ്യം ഒന്ന് തന്നെ. ആത്മാവ് അത് പരിശുദ്ധാത്മാവാണ്. ജലം നമ്മൾ സ്നാനപ്പെട്ടപ്പോൾ അതൊരു അടയാളമായിട്ടാണ്. നമ്മൾ എങ്ങനെയാണോ ക്രിസ്തുവുമായിട്ട് ആ മരണത്തിന്റെ സ്നാനമണമേറ്റത്, സ്നാനത്തിന്റെ അർത്ഥം ഇതാണ്, നമ്മൾ യേശു ക്രിസ്തുവിനെ അടക്കിയപ്പോൾ ഞാനും നിങ്ങളും അവനോടുകൂടെ അടക്കപ്പെട്ടു. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ ഞാനും നിങ്ങളും അവനോടുകൂടി ഉയർത്തെഴുന്നേറ്റു. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നിങ്ങളെ മരിച്ച അവസ്ഥയിൽ കാണാൻ സാധിക്കും. ആത്മീയ മേഖലയിൽ നിങ്ങളെ തന്നെ ഉണർന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒരുപാട് കാര്യങ്ങൾ ഞാൻ എൻ്റെ ശരീരത്തിൽ അനുഭവിക്കുമായിരുന്നു. ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു, ഇന്ന് എനിക്ക് രോഗമുണ്ട്, പനിയുണ്ട്. ഞാൻ പലപാട് കാര്യങ്ങൾ ശരീരത്തിൽ പറയുമായിരുന്നതെല്ലാം ഇപ്പോൾ എന്നിൽ നിന്ന് പോയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുടെയും വിത്തുകളെ ഈ ലോകത്തിലൂടെ വിതച്ചിരുന്നത് എടുത്തു കളഞ്ഞിട്ട് സത്യത്തിന്റെ വിത്ത് എനിക്ക് അതിൽ അറിയാൻ സാധിച്ചു. ഞാൻ പുത്രനാണ്, അതിന്റെ സ്വഭാവം ജീവനാണ്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ എൻ്റെ വിശ്വാസം കൊടുക്കാൻ വേണ്ടി ഞാൻ പറയാറില്ല. ഞാൻ എന്നെക്കുറിച്ച് വിശ്വാസമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയൂ. ക്രിസ്തുവിന്റെ തിരിച്ചറിവ് എൻ്റെ മനസ്സിൽ അത് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വചനം, ആ വാഗ്ദത്തങ്ങൾ എനിക്ക് നിങ്ങൾക്കും വേണ്ടി എഴുതിയിരിക്കുന്നത്, അതിലാണ് ജീവനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആ സത്യം പിടിച്ചപ്പോൾ ആ മനസ്സും ആ പുതിയ ചിന്തയിൽ നിലനിൽക്കാൻ തുടങ്ങിയത്. ആ സമയത്ത് ഞാൻ എൻ്റെ ജീവൻ മറ്റൊരാളുമായി തുലനം ചെയ്തില്ല. അതിന് സമയമെടുത്തു, 5-6 വർഷം എടുത്തു. പക്ഷേ ഞാൻ പരിശുദ്ധാത്മാവിനെ ആ സമയത്ത് അനുവദിക്കുവാനിടയായി. എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി എനിക്ക് കാണുവാനിടയായി എങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ജയാളിയേക്കാൾ മുകളിലാണെന്ന്. അതുകൊണ്ട് എനിക്ക് അറിയുവാനിടയായി, ഞാൻ സ്നാനപ്പെട്ടപ്പോൾ ഞാൻ ക്രിസ്തുവുമായ മരണത്തിൻ്റെ സ്നാനമാണ് ഏറ്റത്. പിന്നെ ഞാൻ ആ പുനരുത്ഥാന ജീവനെ എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതായി കാണുവാൻ എനിക്ക് സാധിച്ചു. 3-ാമത്തെ കാര്യം നമ്മൾ വായിക്കുന്ന ഇതാണ്, രക്തം. ആ രക്തം എന്ന് പറയുന്നത് അത് ബന്ധത്തെയാണ് കാണിക്കുന്നത്, എന്റെയും പിതാവിന്റെയും ഇടയിലുള്ള. അതുകൊണ്ട് മുന്നോട്ട് നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാം. വെളിപ്പാട് അതിന്റെ 12-ാം വാക്യം ഇവിടെ എഴുതിയിരിക്കുകയാണ്, പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി, മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി, ജയിച്ചില്ല താനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്നതെന്നാണ് എഴുതിയിരിക്കുന്നത്. അവൻ തെറ്റിച്ചു കളയുകയാണ് ആളുകൾ സത്യമെന്ന് പറയുന്നതിനെ. അവൻ നുണയെയാണ് ഉത്ഭവിപ്പിക്കുന്നത്. അതുകൊണ്ട് യേശുവും സാത്താനെ കുറ്റം, അവൻ വ്യാജത്തെ ഉത്ഭവിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവും നുണയുടെ പിതാവെന്നാണ് അവനെ പറഞ്ഞത്, സഹോദരന്മാരെ ദോഷം ആരോപിക്കുന്നവൻ. മുന്നോട്ട് എടുത്തിരിക്കുകയാണ്, അവന്റെ ദൂതന്മാരെ അവനോടുകൂടി തള്ളിക്കളഞ്ഞു. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്താൻ വധാതിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. എന്റെയും നിങ്ങളുടെയും മുകളിൽ ദോഷം ആരോപിക്കുന്നവൻ അവനെ വീഴ്ച കളഞ്ഞു. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. ഞാനും നിങ്ങളും എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ജയിക്കുന്നത്? നമ്മൾ എങ്ങനെയാണ് വിജയം പ്രാപിച്ചത്? യേശു കുഞ്ഞാടിന്റെ രക്തത്തിലൂടെ. ഇത് അറിയേണ്ടത് വളരെ ആവശ്യമാണ്. ഈ കുഞ്ഞാടിന്റെ രക്തത്തിലൂടെ നമ്മൾ സാക്ഷ്യവചനത്തിലൂടെയും വിജയാളികളായി എന്നുള്ളത്. പുത്രത്വത്തിന്റെ യാഥാർത്ഥ്യത്തിലൂടെ, ആ ബന്ധത്തിലൂടെ, ആ രക്തത്തിലൂടെയുള്ളത്, ആ കുഞ്ഞാടിന്റെ രക്തത്തിലൂടെയുള്ളതും ആ സാക്ഷ്യത്തിന്റെ വചനത്തിലൂടെയും നിങ്ങൾ ഏറ്റുപറയുക ഈ സത്യത്തെക്കുറിച്ച്.
ഇതെന്ന ഒരു പരിശീലനമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് തുടങ്ങുക. ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് ജയാളിയാവണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ അത് ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും, അതെന്തെങ്കിലും യുദ്ധത്തെക്കുറിച്ചാണെങ്കിലും എന്തെങ്കിലും ബന്ധത്തിൻ്റെ ഇടയിലുള്ളതാണെങ്കിലും, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ എന്തെങ്കിലും പ്രശ്നം, ഏത് മേഖലയിലാണെങ്കിലും നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ, നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അത് ചിന്തയിൽ, നിങ്ങളുടെ സങ്കല്പങ്ങളിൽ അത് നിങ്ങളെ പ്രശ്നപ്പെടുത്തുകയാണ് എങ്കിൽ, അങ്ങനെയുള്ള എല്ലാ ചിന്തകളെയും വിചാരങ്ങളെയും ക്രിസ്തുവിൻ്റെ അനുസരണത്തിനായി പിടിച്ചെടുക്കിയിട്ട് ഏറ്റുപറയുക. ആ സത്യത്തെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്നുള്ളത് നിങ്ങളത് ഏറ്റുപറയുമ്പോൾ നമ്മൾ പഠിക്കുകയാണ് എങ്ങനെയാണ് ആ ചിന്തകളെ, വിചാരങ്ങളെ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചെടുക്കുന്നതെങ്കിൽ. പിതാവിന് നിങ്ങൾ നന്ദി അർപ്പിക്കുക. നമ്മൾ അവൻ്റെ പുത്രന്മാരായതിലൂടെ അവൻ്റെ അവകാശികളാണ്. നമ്മൾ സമാധാനം എൻ്റെ ബന്ധത്തിൽ നിലനിൽക്കും. എന്തുകൊണ്ടെന്നാൽ അവനാണ് എൻ്റെ അവകാശം. നിങ്ങളിത് ഏറ്റുപറയാൻ തുടങ്ങുമ്പോൾ പിന്നെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും, നിങ്ങൾ ഇതിൽ വിശ്വസിക്കുന്നതിൽ, നിങ്ങൾ പറയുന്നതിൽ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ സമയത്തിനനുസരിച്ച് അതിൻ്റെ ആ മാറ്റവും നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ യുദ്ധം ജഡരക്തങ്ങളോടല്ല. ഇതാണ് ആത്മീയ യുദ്ധം എന്ന് പറയുന്നത്. നമുക്ക് തോന്നും യുദ്ധത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് യുദ്ധം ചെയ്യണമെന്ന്. പക്ഷെ എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള പുത്രത്തിന് വേണ്ടിയുള്ളത്, പുത്രത്വത്തിന് വേണ്ടത് നമ്മൾ ആ ബന്ധത്തിൽ നിലനിൽക്കുന്നതിലാണ്. നമ്മുടെ തിരിച്ചറിവിൽ നിലനിൽക്കണം. നമ്മൾ സ്ഥിരമായി നിൽക്കണം ആ വചനത്തിലൂടെ, ആ ബന്ധത്തിലൂടെ, പിതാവുമായിട്ടുള്ളതിൽ. ആ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും സാക്ഷ്യവചനങ്ങളിലൂടെയും നമ്മൾ വിജയാളികളാണ്. എത്രയധികം വചനം നമ്മൾ ഇന്ന് വായിച്ചുവോ? എവിടെയാണ് നമ്മൾ യുദ്ധത്തെക്കുറിച്ച് കണ്ടത്? എവിടെയാണ് നമ്മൾ നിലനിൽക്കേണ്ടത്? നമ്മൾ നിലനിൽക്കേണ്ടതിനെ കുറിച്ച് പഠിച്ചു. വചനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, നമ്മൾ ക്ഷമയോടെ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് നമ്മൾ പ്രാപിക്കും. അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ജീവൻ എന്ന് പറയുന്നത് വിശ്രമത്തിന്റെ ജീവനാണ്. നമ്മൾ കാണുന്നതിലൂടെയല്ല, അതിനനുസരിച്ചല്ല നമ്മൾ സഞ്ചരിക്കുന്നത്. നമ്മൾ അതിൽ കാണുന്നതിനെ നമ്മൾ വിശ്വസിച്ചാൽ നമ്മൾ അതിൻ്റെ അടിമകളായി മാറും. പിന്നെ നിങ്ങൾ ആത്മാവിനനുസരിച്ചാണ് ചലിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, എൻ്റെ ജീവിതത്തിൽ 20 വർഷം ഞാൻ ക്രിസ്തുവിനോട് കൂടെ നടന്നു. എല്ലാ പ്രശ്നങ്ങളിലും ഞാൻ വിജയാളിയായി. എന്തുകൊണ്ടെന്നാൽ ഞാൻ സഞ്ചരിച്ചത് ആ വചനത്തിനനുസരിച്ച്. എന്നെക്കുറിച്ച് എന്ത് പറയുന്നു അതും കൊണ്ടാണ് ഞാൻ നടന്നത്. ഞാൻ അഭ്യസിക്കുവാനിടയായി. ഇത് എനിക്ക് വേണ്ടി ലാളിത്യമുള്ളതായി മാറി. ഈ കാര്യങ്ങൾ നോക്കിയല്ല ഞാൻ ജീവിച്ച എൻ്റെ കണ്ണുകൊണ്ടുള്ളതിൽ. ഞാൻ വിശ്വാസത്തോടെയാണ് എൻ്റെ ജീവിതം ജീവിച്ചത്. പുത്രത്വത്തിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ ലാളിത്യം ഇതാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു മതത്തിലല്ല, നിങ്ങളുടെ സ്വർഗീയ പിതാവുമായുള്ള ബന്ധത്തിലാണ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ അടുത്തേക്ക് പോകുക, അവൻ നിങ്ങളെ പഠിപ്പിക്കും. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങൾ 2 മിനിറ്റ് എടുക്കുക. എന്നിട്ട് അറിയുക ഇത് ആരുടെ അടുത്തേക്കാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിലാണ് പൂർത്തിയാകുന്നത്. ഏറ്റവും വലിയ സന്തോഷം ഇതാണ്, നമ്മൾ ഏറ്റവും പ്രധാന സ്ഥാനം നമ്മൾ യേശുക്രിസ്തുവിന് കൊടുക്കുമ്പോഴാണ്. നമ്മൾ അവൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ആ സ്ഥാനം ആരും നമ്മൾ എടുത്തു കളയുകയില്ല. നിങ്ങളുടെ ഏറ്റവും വലിയ അവകാശം ഇതാണ്, നിങ്ങൾക്കൊരു പിതാവുണ്ട്. ആ പിതാവിൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഇതാണ്, അവൻ നിങ്ങളിൽ അവൻ്റെ സ്നേഹത്തെ പ്രകടിപ്പിക്കുമ്പോൾ. പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാം പഠിപ്പിക്കും. ഒരു സമയത്തിന് ശേഷം ഒരു പ്രാർത്ഥനയുടെ പ്രശ്നം വരികയില്ല. പരിശുദ്ധാത്മാവിനോട് ഞാൻ പറയും, എന്നെ കാണിക്കൂ ഈ മേഖലയിൽ. എനിക്കിപ്പോഴും ഒരു ദാസനെ പോലെയാണ് ഞാൻ ആയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഇപ്പോൾ എന്നെ കാണിക്കുക. ആ മേഖലയിൽ ഞാനൊരു പുത്രനെ പോലെ ജയാളിയായി നടക്കാൻ എന്നെ സഹായിക്കുക. പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കും. ചിലപ്പോൾ കുറച്ച് സമയത്തേക്ക് എനിക്ക് ആ മേഖലയിൽ ദാസനായിരിക്കേണ്ടി വന്നാലും പിന്നെ ഞാൻ അതിന് മുകളിൽ വിജയാളിയായി തീരുവാനിടയാകും. ഒരു പുത്രനെ പോലെ ഞാൻ ജീവിക്കും. പിന്നെ ഞാൻ പഠിക്കും ഈ കൊടുങ്കാറ്റിന് നടുക്കിലും എങ്ങനെയാണ് വിശ്രമത്തിലായിരിക്കേണ്ടതെന്ന്. നിങ്ങളുടെ മധ്യയുദ്ധം എന്താണ്? നിങ്ങളുടെ യുദ്ധം എന്താണ്? നിങ്ങളുടെ യുദ്ധം ഇതാണ്, ഒരു പുത്രന്റെ രൂപത്തിൽ, പുത്രന്റെ തിരിച്ചറിവിൽ നമ്മൾ നമ്മുടെ തിരിച്ചറിവിൽ നിലനിൽക്കുക, അതിൽ സ്ഥിരമായിരിക്കുക. ഒരു യുദ്ധം ഓൾറെഡി നടന്നു കഴിഞ്ഞതാണ്, അതിൽ വിജയം പ്രാപിച്ചതാണ്. അവിടെ നമുക്കിനി യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ സുരക്ഷിതരാണ്. നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്തിന്റെ, വിശ്രമത്തിന്റെ സ്ഥാനത്തിൽ നിലനിൽക്കുക. നമ്മുടെ യുദ്ധം ഇതാണ്, ആ സ്ഥാനത്തിൽ നിലനിൽക്കാനുള്ളത്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, നിങ്ങൾ പരിശ്രമിക്കുക നിങ്ങളുടെ വിശ്രമത്തിന്റെ സ്ഥാനത്ത് നിലനിൽക്കാൻ. നിങ്ങൾ പരിശ്രമിക്കുക, നിങ്ങൾ നിങ്ങളെ തന്നെ ഓർമ്മപ്പെടുത്തുവാൻ നിങ്ങൾ ദൈവത്തിന്റെ പുത്രന്മാരാണെന്നുള്ളതിൽ. ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ കേൾക്കുന്നവരെല്ലാം എത്രയധികം പുത്രന്മാരുണ്ടോ ഇതിനെ അഭ്യസിക്കുക. എന്തെങ്കിലും പ്രശ്നം കാണുമ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഏറ്റവും ആദ്യം. എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ 2 മിനിറ്റ് എടുക്കുക. എന്തെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെ തന്നെ ഓർമ്മപ്പെടുത്തുക, ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ എല്ലാറ്റിനും മുകളിലാണ്, മുൻമേ ഉള്ളവനാണ്.
എന്തിനേലും പുറകെ ഓടേണ്ട ആവശ്യമില്ല. എല്ലാം ഓൾറെഡി എൻ്റെ കാലിൻ്റെ അടിയിലാണ്. ഇതിൻ്റെ പുറകെ ഞാൻ ഓടുകയില്ല. ഞാൻ എൻ്റെ തിരിച്ചറിവിൽ തന്നെ നിൽക്കും. ഞാൻ ഇങ്ങനെ എന്നെ തന്നെ ഓർമ്മപ്പെടുത്തുമ്പോൾ പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങൾ ഓടേണ്ട ആവശ്യം വരികയില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാനിടയാകും, നിങ്ങളുടെ ഉള്ളിൽ ഒരു അനാഥന്റെ ഹൃദയമല്ല. നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്കൊരു സ്വർഗീയ പിതാവുണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഈ പ്രശ്നത്തിന്റെ ഉത്തരം ഓൾറെഡി നേരത്തെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. ഞാൻ ആഗ്രഹിക്കുന്നു ഈ അനുഭവം നിങ്ങൾക്കും ലഭിക്കണമെന്ന്. നിങ്ങൾ രുചിച്ചു നോക്കുക നിങ്ങളുടെ പിതാവ് എത്ര നല്ലവനാണ് എന്ന്. ഈ ആഴ്ചയിൽ നിങ്ങൾ അഭ്യസിച്ചു നോക്കുക. ഇങ്ങനെയുള്ള എല്ലാ ചിന്തകളെയും വിചാരങ്ങളെയും യേശുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചെടുക്കുക. ഇതിന്റെ അർത്ഥം ഇതാണ്, നിങ്ങളുടെ ചിന്ത അത് പാപമില്ലാത്തതായിരിക്കണം. എൻ്റെ എല്ലാ ചിന്തകളും സംസാരവും പുത്രനെ കുറിച്ചുള്ള അറിയുന്നതിലായിരിക്കണം. പാപം എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം എപ്പോഴേക്കും ക്രൂശിൽ അതിനെ തറച്ചു കളഞ്ഞു. സത്യം ഇതാണ്, നിങ്ങൾ ദൈവത്തിന്റെ പ്രിയപുത്രന്മാരാണ്. നമ്മൾ ആ അവകാശത്തെക്കുറിച്ച് പിതാവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി വെച്ചിരിക്കുന്നതിൽ ഉണരുകയാണ്. നിങ്ങൾ എത്രയധികം സത്യത്തെ കേൾക്കുന്നോ, നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ മനസ്സ് ആ പുത്രന്റെ സ്വരൂപത്തിൽ മാറിക്കൊണ്ടേയിരിക്കും, രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കും. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങളുടെ ശരീരത്തിന്റെ എല്ലാ കണങ്ങളും മാറുന്നത് ആ നീതിയുടെ തിരിച്ചറിവിൽ, ചിന്തയിൽ, നിങ്ങളുടെ ശരീരം മുഴുവനും ആ സ്വർഗീയ ആരോഗ്യത്തിൽ സഞ്ചരിക്കുന്ന കാണാൻ സാധിക്കും. നിങ്ങൾക്കറിയാമോ, രോഗം വരുമ്പോൾ ആ രക്തത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും. എത്രയധികം നിങ്ങൾ സത്യം കേൾക്കുന്നുവോ ആ നീതി നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ കണങ്ങളിലും വരും. പിന്നെ നിങ്ങൾ അധികമായി ഉണരുവാൻ ഇടയാകും. നിങ്ങളുടെ കണങ്ങൾ, ശരീരത്തിന്റെ അംശങ്ങൾ പോലും നിങ്ങൾ ദൈവത്തിന്റെ പുത്രനാണെന്നുള്ളതിൽ ഉണരും. പിന്നെ നിങ്ങൾ പഠിക്കുവാൻ ഇടയാകും എങ്ങനെയാണ് നിങ്ങളുടെ സ്ഥാനത്ത് നിലനിൽക്കേണ്ടത് പ്രശ്നങ്ങൾ വരുമ്പോഴെന്ന്. നമ്മൾ നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലത്തിനനുസരിച്ചല്ല സഞ്ചരിക്കുന്നത്, നമ്മുടെ ചിന്തയ്ക്കനുസരിച്ചല്ല. അതിനനുസരിച്ച് ശ്രമിക്കാതിരിക്കുക. നമ്മുടെ ജീവന്റെ മേഖല, ജീവന്റെ വൃക്ഷത്തിൽ നിന്നാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങളുടെ അവകാശങ്ങൾ എല്ലാം ആ ജീവനെ മാത്രമേ ഉത്ഭവിപ്പിക്കുകയുള്ളൂ. വരൂ നമുക്ക് പ്രാർത്ഥിക്കാം, നന്ദി അർപ്പിക്കാം. ഇന്നത്തെ ദിവസം ഒരു ആത്മീയ യാഗം നമ്മുടെ ആ മഹാപുരോഹിതന് അർപ്പിക്കാം. ഇതുപോലെയാണ് നമ്മൾ നമ്മുടെ ധനത്തിന്റെ മേഖലയിൽ നമ്മൾ ദശാംശം പിതാവിന് കൊടുക്കുന്നത് പോലെയാണ്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ചിന്തയിലും വിചാരങ്ങളിൽ നമ്മൾക്ക് ലഭിച്ച ഉന്നതിയുടെ യാഗം നമുക്ക് ദശാംശം നമുക്ക് അർപ്പിക്കാം. നിങ്ങൾ എന്നോട് കൂടെ ഏറ്റുപറയുക. പിതാവേ, ഞാൻ അങ്ങയുടെ രാജ്യത്ത് അങ്ങയുടെ പുത്രനാണ്. യേശു ക്രിസ്തുവേ, അങ്ങ് എൻ്റെ മഹാപുരോഹിതനാണ്. ഒരു ആത്മീയ യാഗം ഞാൻ അങ്ങേക്ക് തരികയാണ്. എൻ്റെ പ്രാണനിൽ ഇന്ന് വചനം കേട്ടതിലൂടെ വന്ന ഉന്നതിയുടെ അർപ്പിക്കുന്നു പിതാവേ. Making everything a footstool, Father, for us. I thank you that it's your righteousness that is going forth and working on our behalf, even as we simply learn to rest. And I pray that you will, spirit of rest, that you will just come over each and every one who's hearing me right now. And that you will just take absolute dominion in their souls, in their mind, in every area. That you will just make them rest. You will just have absolute dominion in that area. That you will give them perfect rest. In Jesus' name. Amen. Amen.